പതുക്കെ കിടക്കുകയാണ്. നമുക്കറിയാം ലോകം വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വ്യത്യസ്ത നമ്മൾ റെവല്യൂഷനുകൾക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അഗ്രികൾച്ചറൽ റവല്യൂഷൻ, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, അങ്ങനെ നമ്മൾ വ്യത്യസ്ത റവല്യൂഷനുകൾ വഴി ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് നോളജ് റവല്യൂഷനിലാണ്. നോളജാണ്, അറിവാണ് ഈ കാലഘട്ടത്തെ നിയന്ത്രിക്കുന്നത്. അഗ്രികൾച്ചറൽ റവല്യൂഷന്റെ കാലഘട്ടത്തിൽ നമ്മുടെ മേശയിൽ ബ്രെഡും ബട്ടറും കൊണ്ടുവന്നിരുന്നത്, അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ ആവശ്യമായ വരുമാനം നൽകിയിരുന്നത് കൃഷിയും കൃഷിയിലൂടെ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സുമായിരുന്നു. ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ കാലഘട്ടത്തിൽ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. Excuse me, sir. ആ Sorry to disturb you, but is this session is going to be in the regional language only? yes. Okay, then I'm But not most able of to the understand. okay, is it? I will mix. And most of the people are from Kerala. So you are from? I am from Kurukshetra, which is in Haryana, but I'm currently based in Delhi. Oh, right. So Okay, I will I'm mix. not able to understand a single word right now. Is it? Okay. I will mix in between because I think this program is intended for this region only now. Anyhow, I will mix in Okay, sir. between. It was not mentioned in the flyer, I guess so. Oh, it's okay. No problem. So you can even read in the PowerPoint also. I will also explain in English also. Okay. So where we have stopped? ഓക്കെ. സോ വ്യത്യസ്ത കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോന്നുകൊണ്ടിരിക്കുന്നത്. നോളജ് റെവല്യൂഷൻ്റെ കാലഘട്ടത്തിൽ നോളജ് ആണ് ഈ കാലഘട്ടത്തിലെ റോ മെറ്റീരിയൽ. ആൻഡ് ദിസ് നോളജ് ബ്രിങ്സ് ബട്ടർ ആൻഡ് ബ്രെഡ് ഓൺ അവർ ടേബിൾ. ആൻഡ് നമുക്കറിയാം, ഓരോ കാലഘട്ടത്തിലെയും ഡെവലപ്മെൻറ്റുകൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലുള്ള ഡെവലപ്മെൻറ്റിൻ്റെ ഒക്കെ പിന്നിൽ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ എല്ലാവരും പറയുന്ന ഒരു ഉത്തരം എന്താണ്? വാട്ട് വിൽ ബി ദ ആൻസർ യു ആർ ടെല്ലിങ്? വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ഓൾ ദ ഡെവലപ്മെൻറ്റ് we are experiencing now? Let me ask a question and I expect your answers. What is the reason in which we are seeing now in our society? So we are using TVs, televisions, we are using mobile phones, we are using many other equipments, and our system of education is changing. And we are now, as of today, we are on the latest position. And tomorrow, today's latest position will become older. So, what is the thing which we believe, the thing behind all developments? ഇന്നത്തെ നമ്മുടെ ഈ ഡെവലപ്മെന്റിന്റെ ഒക്കെ പിന്നിൽ എന്താണുള്ളതെന്നാണ് നമ്മൾ കരുതുന്നത്? ആരെങ്കിലും ഒരാൾ ആൻസർ ചെയ്താൽ നന്നായി. ടൈപ്പ് ചെയ്താലും മതി. Innovation. സോറി, Knowledge and innovation. നോളജ് ആൻഡ് ഇന്നോവേഷൻ. ദാറ്റ്സ് റൈറ്റ്. നോർമലി നമ്മൾ ചോദിക്കുമ്പോഴൊക്കെ ഈ ഡെവലപ്മെന്റിന്റെ ഒക്കെ പിന്നിൽ എന്താന്ന് ചോദിക്കുമ്പോൾ ടെക്നോളജി എന്നായിരിക്കും പറയാം. പക്ഷെ നമ്മൾ അതിന്റെ ടെക്നോളജി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ അതിനെ ഇടകേറി പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അതിന്റെ പിന്നിലുള്ളത് നോളജാണ്. എല്ലാ ഡെവലപ്മെന്റും ഉണ്ടാകുന്നത് ഏതെങ്കിലും ഒരു പുതിയ തരത്തിലുള്ള ടെക്നോളജി അല്ലെങ്കിൽ ഒരു നോളജ് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന സമയത്തായിരിക്കും. ഈ പുതിയ നോളജ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള ക്വസ്റ്റ്യൻ. ഏത് ഇന്നോവേഷൻ വരുമ്പോഴും, ഏത് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ഉണ്ടാകുമ്പോഴും, എന്തെങ്കിലും ഒരു പുതിയ റിനോവേഷൻ ഉണ്ടാകുമ്പോഴും ഒക്കെ അതിന്റെ പിന്നിലുള്ള കാരണം എന്ന് വെച്ചാൽ ഒരു നോളജിന്റെ അപ്ലിക്കേഷൻ. അപ്പൊ ഈ പുതിയ നോളജ് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിക്കുന്നിടത്താണ് നമ്മുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ റെലവൻ്റ് ആക്കുന്നത്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് റിസർച്ച്. റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
We are not finding new things actually. There are so many real facts. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ഫാക്റ്റുകളുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഫാക്റ്റുകളെ പരസ്പരം, ഈ ഫാക്റ്റുകൾ തമ്മിൽ ബന്ധം കണ്ടെത്തിയിട്ട് ഈ ഫാക്റ്റുകളെ തമ്മിൽ സിന്തസൈസ് ചെയ്തിട്ട് പുതിയ നോളജ് ഉണ്ടാക്കുകയും ഈ പുതിയ നോളജിനെ അപ്ലൈ ചെയ്യുമ്പോഴാണ് പുതിയ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു പ്രൊഡക്ഷൻ നടക്കുന്നത് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാവുന്നത്. ഇതാണ് റിസർച്ച് കൊണ്ട് അർത്ഥമാക്കുന്നത്. വാട്ട് ഈസ് റിസർച്ച് എന്ന് വെച്ചാൽ അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ്. ടു എസ്റ്റാബ്ലിഷ് ഫാക്ട്സ് ആൻഡ് റീച്ച് ന്യൂ കൺക്ലൂഷൻ, പുതിയ കൺക്ലൂഷനിൽ എത്താനുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ്. അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ആയിരിക്കും. ഇനി റിസർച്ച് എന്ത് ചെയ്യുന്നു? ആർട്സിനെയും സയൻസിനെയും ഇന്റർ ഡിസിപ്ലിനറി ഫീൽഡുകളെയും ഒക്കെ അതിൽ ആ ആർട്സ് മേഖലയിലും സയൻസ് മേഖലയിലും ഇന്റർ ഡിസിപ്ലിനറി മേഖലയിലും ഒക്കെയുള്ള നോളജിനെ റിസർച്ച് എക്സ്പാൻഡ് ചെയ്യുന്നു. റിസർച്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബേസിസ് ഫോർ അക്കാഡമിക്, ഇൻഡസ്ട്രിയൽ ആൻഡ് സൊസൈറ്റൽ ഡെവലപ്മെന്റ്. അക്കാഡമിക് ഡെവലപ്മെന്റുകൾ ഏതെടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ പഠന സംവിധാനങ്ങൾ മാറുന്നു, പഠനത്തിന്റെ അപ്രോച്ചുകൾ മാറുന്നു, പഠനത്തിന്റെ പിന്നിലുള്ള ലേണിംഗ് സ്റ്റൈൽസ് മാറുന്നു, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ പിന്നിലുള്ള സൈക്കോളജിക്കൽ തിയറീസിൽ മാറ്റങ്ങൾ വരുന്നു, ഡെവലപ്മെന്റുകൾ വരുന്നു. ഇതൊക്കെ സംഭവിക്കുന്നത് ബിക്കോസ് ഓഫ് റിസർച്ച് ആണ്. അതേപോലെ ഇൻഡസ്ട്രി എടുക്കുകയാണെങ്കിലും സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റ്, നമ്മുടെ സോഷ്യൽ ലിവിങ്ങിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, സോഷ്യൽ വെൽബീയിങ്ങിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ സംഭവിക്കുന്നത് ആസ് എ റിസൾട്ട് ഓഫ് റിസർച്ച് ആണ്. വൈ റിസർച്ച് ഈസ് സിഗ്നിഫിക്കൻറ്റ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഒന്നാമത്തെ ഉത്തരമായിട്ട് പറയുന്നത് നമ്മൾ നേരത്തെ തുടങ്ങിയ കാര്യം തന്നെയാണ്. ഇറ്റ് അഡ്വാൻസസ് നോളജ് ആൻഡ് ഇന്നോവേഷൻ. നോളജിലും ഇന്നോവേഷനിലും അഡ്വാൻസ്മെന്റിന് കാരണമാകുന്നത്, ഡെവലപ്മെന്റിന് കാരണമാകുന്നത്, പ്രോഗ്രസിന് കാരണമാകുന്നത് റിസർച്ചാണ്. മാത്രമല്ല നോളജ് വർദ്ധിപ്പിക്കുക, എൻഹാൻസ് ചെയ്യുക, എൻറിച്ച് ചെയ്യുക എന്നതിലുപരിയായിട്ട് അത് സൊസൈറ്റലായിട്ടുള്ള, എൻവിറോൺമെന്റലായിട്ടുള്ള, ടെക്നോളജിക്കലായിട്ടുള്ള പ്രോബ്ലംസിനെ, ഇഷ്യൂസിനെ ഒക്കെ സോൾവ് ചെയ്യാൻ റിസർച്ച് നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. വളരെ ബേസിക് ആയിട്ടുള്ളൊരു പ്രോഗ്രാം, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കൊച്ചി മെട്രോ വരാനുണ്ടായ കാരണം എന്താണ്? കൊച്ചി മെട്രോ വരാനുണ്ടായ കാരണം കൊച്ചിയിലെ ബ്ലോക്കാണ്. നമുക്കറിയാം, കൊച്ചി ടൗണിൽ ഉണ്ടായിരുന്ന ബ്ലോക്കാണ്. കൊച്ചി ടൗണിലൊരു ഏതെങ്കിലും സന്ദർഭങ്ങളിൽ രാവിലെ മാത്രം ഉണ്ടാകുന്ന ബ്ലോക്കിനെ പരിഗണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വൈകുന്നേരം മാത്രം ഉണ്ടാകുന്ന ബ്ലോക്കിനെ പരിഗണിച്ചുകൊണ്ടോ അല്ല കൊച്ചി മെട്രോ വന്നത്. അവിടെ കുറേ അധികം ഘടകങ്ങൾ അവിടെ പഠിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് കൊച്ചി മെട്രോ വരേണ്ട സാഹചര്യം എത്രത്തോളം അവിടെ നീഡുണ്ട്, ഇത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് കൊച്ചി മെട്രോ വന്നാൽ അവിടെ പരിഹരിക്കപ്പെടുക, അതിന് അവിടെ ചെലവഴിക്കപ്പെടേണ്ട എമൗണ്ട്, ഫിനാൻസ് എത്രയാണ്, അത്ര ഫിനാൻസ് അവിടെ ചെലവഴിക്കപ്പെടുമ്പോൾ അതിനനുസരിച്ചുള്ള ഗുണം അവിടെ, ബെനിഫിറ്റ് അവിടെ കിട്ടുന്നുണ്ടോ എന്നതൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു വലിയ പഠനത്തിന്റെ ഭാഗമായിട്ട് കൊച്ചി മെട്രോ ഉണ്ടാകുന്നത്. ഇതുപോലെ ടെക്നോളജിക്കലായിട്ടുള്ള പ്രോബ്ലംസ്, പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഈസിനെസ്സിലുള്ള കുറവ്, അൺഈസിനെസ്, ഇതൊക്കെയാണ് പുതിയ റിസർച്ചിലേക്ക് നമ്മളെ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പുതുമ വരാൻ അല്ലെങ്കിൽ സൗകര്യങ്ങൾ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ റിസർച്ച് നമുക്ക് ആവശ്യമാണ്. അതേപോലെ കോൺട്രിബ്യൂട്ട്സ് ടു എവിഡൻസ് ബേസ്ഡ് പോളിസി മേക്കിംഗ്. ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു സ്ഥാപനം, ഒരു ബിസിനസ് സ്ഥാപനം അല്ലെങ്കിൽ ഒരു സമൂഹം പോളിസി മേക്കിംഗ് നടത്തണമെങ്കിൽ അതിന് കൃത്യമായ എവിഡൻസ് ഉണ്ടായിരിക്കണം. കൃത്യമായ എവിഡൻസ് ഉണ്ടാകണമെങ്കിൽ അതിൽ റിസർച്ച് നടത്തണം. ഫാക്ച്വലായിട്ടുള്ള ഡാറ്റകളെ അനലൈസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് എവിഡൻസ് ഉണ്ടാക്കാൻ സാധിക്കുക. ഈ എവിഡൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കൃത്യമായ പോളിസികൾ രൂപീകരിക്കുന്നത്. ഗവൺമെന്റൽ ബോഡീസ്, പ്രൈവറ്റ് ബോഡീസ് ഒക്കെ തന്നെ പോളിസി മേക്ക് ചെയ്യുന്നത്, ബിൽഡ് ചെയ്യുന്നത് എവിഡൻസുകളെ ബേസ് ചെയ്തുകൊണ്ടാണ്. കൃത്യമായ എവിഡൻസ് ബേസ്ഡ് പോളിസി മേക്കിങ്ങിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് റിസർച്ച്. അതുകൂടാതെ നമുക്കറിയാം, ഇറ്റ് എൻഹാൻസസ്, റിസർച്ച് സിഗ്നിഫിക്കൻ്റ് ആകുന്ന മറ്റൊരു കാര്യം, ഇറ്റ് എൻഹാൻസസ് അക്കാഡമിക് റെപ്യൂട്ടേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ്. റിസർച്ച്
ഒരു സ്ഥാപനത്തെ വിലയിരുത്തുകയാണെങ്കിൽ നമുക്ക് നോക്കാം, ഒരു കോളേജ് എടുക്കുകയാണെങ്കിൽ, ഒരു യൂണിവേഴ്സിറ്റി എടുക്കുകയാണെങ്കിൽ, ആ കോളേജിലെയും യൂണിവേഴ്സിറ്റിയുടെയും ഒരു പൊസിഷൻ, റെപ്യൂട്ടേഷൻ, അത് തീരുമാനിക്കുന്ന ഘടകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് റിസർച്ച്. നാക് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട്. നാക് എന്ന് പറയുന്ന ഏജൻസി കോളേജുകളെയും യൂണിവേഴ്സിറ്റികളെയും ഗ്രേഡ് ചെയ്യുന്നത് അവിടുത്തെ വ്യത്യസ്ത പാരാമീറ്റേഴ്സുകൾ പരിഗണിച്ചുകൊണ്ടാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാരാമീറ്ററാണ് റിസർച്ച്. എത്ര റിസർച്ച് സ്കോളേഴ്സ് അവിടെയുണ്ട്, അവിടെയുള്ള അധ്യാപകരിൽ എത്ര പേര് റിസർച്ച് ചെയ്തവരാണ്, വ്യത്യസ്ത റിസർച്ച് പ്രോജക്റ്റുകൾക്ക് ആ കോളേജിൽ, ആ യൂണിവേഴ്സിറ്റിയിൽ എത്രത്തോളം നടന്നിട്ടുണ്ട്. ഇത്തരം ഘടകങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് നാക് ഒരു സ്ഥാപനത്തെ ഗ്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്ഥാപനത്തിന്റെ നിലവാരത്തെ സൂചിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് റിസർച്ച് എന്ന് പറയുന്നത്. ആ തരത്തിൽ റിസർച്ച് സിഗ്നിഫിക്കൻ്റ് ആണ്. ഇനി നമ്മൾ റിസർച്ച് ചെയ്തു കഴിഞ്ഞാലുള്ള അല്ലെങ്കിൽ റിസർച്ചിന്റെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയെന്ന് പരിശോധിക്കുകയാണെങ്കിൽ, റിസർച്ച് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാം അല്ല. ആക്ച്വലി ജോലി നേടാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ എന്ന അർത്ഥത്തിൽ നിന്ന്, നമ്മൾ വച്ചിരിക്കുന്ന അർത്ഥത്തിൽ നിന്ന് അതിനെ ഇനിയും ഉയർത്തേണ്ടിയിരിക്കുന്നു. പല മേഖലകളിൽ റിസർച്ചിന് സാധ്യതകളുണ്ട്, അതിന് അവസരങ്ങളുണ്ട്. അക്കാഡമിക് റിസർച്ച് എന്ന് പറഞ്ഞാൽ, ഈ റിസർച്ച് നമുക്കറിയാം യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും നടക്കുന്ന, യൂണിവേഴ്സിറ്റികളും കോളേജുകളുമായും ബന്ധപ്പെട്ട, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട അവിടെ നടക്കുന്ന റിസർച്ചുകളെ പൊതുവായിട്ട് നമുക്ക് അക്കാഡമിക് റിസർച്ച് എന്ന് പറയാം. ഇനി ഇൻഡസ്ട്രിയൽ റിസർച്ച് നമുക്കറിയാം, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ലാബുകളിൽ, അതേപോലെ വ്യവസായ സ്ഥാപനങ്ങളിൽ, കോർപ്പറേറ്റ് സെക്ടറുകളിൽ, അതുപോലെ ബിസിനസ്സിലൊക്കെ നടക്കുന്ന, ബിസിനസ്സില്ല, ഇത്തരം റിസർച്ചുകളെ ഇൻഡസ്ട്രിയൽ റിസർച്ച് എന്നാണ് പറയുക. ഇൻഡസ്ട്രിയൽ റിസർച്ചിൽ വലിയ ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മുടെ മുമ്പിലുള്ളത്. അക്കാഡമിക് റിസർച്ച് ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല. നമ്മുടെ മുമ്പിലേക്ക് വിദ്യാഭ്യാസം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ നോളജും എഡ്യൂക്കേഷനും ഒക്കെ വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അവിടെ റിസർച്ചുകൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്, ഒരിക്കലും അത് അവസാനിക്കാൻ പോകുന്നില്ല. അതുപോലെ ഗവൺമെന്റ് ഫണ്ടഡ് റിസർച്ച് പ്രോജക്റ്റുകൾ ഇഷ്ടം പോലെ നടക്കുകയാണ്. ഗവൺമെന്റിന്റെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകൾ റിസർച്ചുകൾ ഓഫർ ചെയ്യുകയാണ്. ആ രാഷ്ട്രത്തിന്റെ സുഗമമായ മുന്നോട്ട് പോക്കിന്, ഡെവലപ്മെന്റിന് റിസർച്ച് ആവശ്യമാണെന്ന് എല്ലാ ഗവൺമെന്റുകൾക്കും അറിയാം. അതുകൊണ്ട് ഗവൺമെന്റ് എന്ത് ചെയ്യും? ഫണ്ടഡ് റിസർച്ചുകൾ ഓഫർ ചെയ്തുകൊണ്ടേയിരിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇത്തരം റിസർച്ച് പ്രോജക്റ്റുകളെ ബേസ് ചെയ്തുകൊണ്ടാണ് വ്യത്യസ്തമായ പ്രോജക്റ്റുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതും, നിലവിലുള്ള പ്രോജക്റ്റുകൾ മുന്നോട്ട് കൊണ്ടുപോകണോ നിർത്തണോ എന്നൊക്കെ തീരുമാനിക്കുന്നതും, ചില പോളിസികളൊക്കെ ഫ്രെയിം ചെയ്യുന്നതും ഇത്തരം റിസർച്ച് പ്രോജക്റ്റുകളുടെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് ഗവൺമെന്റ് ഫണ്ടഡ് റിസർച്ച് പ്രോജക്റ്റുകൾ നമ്മുടെ മുമ്പിലേക്ക് തുറന്നു വിടുന്ന അവസരങ്ങൾ വളരെ വലുതാണ്. അതുപോലെ തന്നെ അടുത്തത് ഇന്റർനാഷണൽ കൊളാബറേഷൻ ആൻഡ് എക്സ്ചേഞ്ച് പ്രോഗ്രാംസ്. നമുക്കറിയാം UNDP പോലെയുള്ള ഇന്റർനാഷണൽ ഏജൻസികൾ, WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പോലെയുള്ള ഇന്റർനാഷണൽ അല്ലെങ്കിൽ വേൾഡ് ഓർഗനൈസേഷനുകൾ വ്യത്യസ്ത രാഷ്ട്രങ്ങളുമായിട്ടും വ്യത്യസ്ത വ്യക്തികളുമായിട്ടും വ്യത്യസ്ത NGOകളുമായിട്ടും ചേർന്നിട്ട് റിസർച്ചുകൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വ്യത്യസ്ത രാജ്യങ്ങളിലെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത വിഷയങ്ങളിൽ, ആ ഓരോ പെർട്ടിക്കുലർ രാഷ്ട്രവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വ്യത്യസ്ത ഇഷ്യൂകൾ പരിഹരിക്കാനും കണ്ടെത്താനും ഒക്കെ റിസർച്ച് പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രങ്ങളിലെ ആളുകൾക്കുള്ള റിസർച്ച് ഓപ്പർച്യൂണിറ്റിയാണ്. ഇനി വൈ പെർസ്യൂ എ റിസർച്ച് ഡിഗ്രി എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് മുമ്പിലേക്ക് വരുന്ന ഉത്തരങ്ങൾ എന്തൊക്കെയാണ്? ഒരു സബ്ജക്റ്റിൽ, ഒരു വിഷയത്തിൽ, ഒരു ടോപ്പിക്കിൽ ഏറ്റവും ഡീപ്പായിട്ടുള്ള നോളജ് ലഭിക്കണമെങ്കിൽ നമ്മൾ റിസർച്ച് ചെയ്തേ മതിയാകും. സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള, പെരിഫറൽ ആയിട്ടുള്ള നോളജ് അല്ല നമുക്ക് വേണ്ടത്. ഡീപ്പ് നോളജ് കിട്ടണമെങ്കിൽ, അതിലൊരു ഡീപ്പ് കോമ്പീറ്റൻസി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ വി ഷുഡ് ഹാവ് എ റിസർച്ച് ഡിഗ്രി. ദെൻ അടുത്തൊരു നീഡ്, കരിയർ അഡ്വാൻസ്മെന്റ്. നമുക്കറിയാം
ഒരു കോളേജ് അധ്യാപകനാകണമെങ്കിൽ നമുക്ക് UGC നെറ്റ് ക്വാളിഫിക്കേഷൻ വേണം. അങ്ങനെ നമുക്ക് അപ്പോയിൻമെന്റ് ലഭിക്കുന്ന ഒരു അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട്. അടുത്തൊരു പ്രൊമോഷനാണ് അസോസിയേറ്റ് പ്രൊഫസർ. അസോസിയേറ്റ് പ്രൊഫസർ ആകണമെങ്കിൽ മിനിമം റിക്വയർമെന്റ് ിൽപ്പെട്ട അസോസിയേറ്റ് പ്രൊഫസറായി പ്രൊമോഷൻ കിട്ടണമെങ്കിൽ നമ്മളൊരു മിനിമം വർഷം പൂർത്തീകരിച്ചാൽ മാത്രം പോരാ. അതിൽ നമ്മൾ കുറേ അധികം റിസർച്ചുമായി ബന്ധപ്പെട്ട ചില സ്കോറുകൾ നേടേണ്ടതുണ്ട്. ഈ റിസർച്ച് സ്കോർ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ ഈ റിസർച്ച് സ്കോർ ലഭിക്കുന്നത് നമ്മൾ നേടുന്ന അക്കാഡമിക് ആയിട്ടുള്ള എൻഹാൻസ്മെന്റിലൂടെയാണ്. PhD നമ്മൾ നേടേണ്ടത് നിർബന്ധമാണ് അസോസിയേറ്റ് പ്രൊഫസറാവാൻ. അതുപോലെ നമ്മൾ റിസർച്ച് പേപ്പറുകൾ പബ്ലിഷ് ചെയ്യേണ്ടതുണ്ട്, പേപ്പറുകൾ പ്രസന്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും ബേസിക് ആയിട്ട് ഉണ്ടാവേണ്ട ഒരു റിക്വയർമെന്റ് PhD ഉണ്ടാവുക എന്നതാണ്. ഒരു പ്രൊഫസറായിട്ട് നേരിട്ട് അപ്പോയിൻമെന്റ് കിട്ടണമെങ്കിൽ, ഒരു അസോസിയേറ്റ് പ്രൊഫസറായിട്ട് നേരിട്ട് അപ്പോയിൻമെന്റ് കിട്ടണമെങ്കിൽ നമുക്ക് എന്താവശ്യമാണ്? PhD ആവശ്യമാണ്. അതുപോലെ ഏതെങ്കിലും ലാബുകളിലോ അതുപോലെ ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷനിലോ ഒക്കെ ഉള്ള പോസ്റ്റുകളിൽ സീനിയർ സയന്റിസ്റ്റുകൾ, അതേപോലെ അങ്ങനെയുള്ള പോസ്റ്റുകളിലുള്ള ആളുകൾക്ക് സീനിയർ റിസർച്ച് സയന്റിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ലാബ് ഡയറക്ടറായിട്ടോ അങ്ങനെയുള്ള വ്യത്യസ്ത പോസ്റ്റുകളിലേക്ക് പ്രൊമോഷൻ കിട്ടണമെങ്കിലും PhD ഇപ്പോൾ ഒരു എലിജിബിലിറ്റി ആയിരിക്കുകയാണ്. അതുപോലെ ഒരു അടുത്തത് നമുക്കറിയാം, ഒരു ഗ്ലോബൽ റെക്കഗ്നിഷൻ. ഒരു റിസർച്ച് ഡിഗ്രി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വി വിൽ ഹാവ് എ ഗ്ലോബൽ റെക്കഗ്നിഷൻ ആൻഡ് പ്രൊഫഷണൽ ക്രെഡിബിലിറ്റി. നമ്മളുടെ അക്കൗണ്ടബിലിറ്റി തീരുമാനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് PhD. ഡോക്ടർ എന്ന പേര് നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ ഇദ്ദേഹം ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ വ്യത്യസ്ത വിഷയങ്ങളെക്കുറിച്ച് വിശദമായി പഠിച്ച ആളാണ് എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫാണ്. അത് നമുക്ക് നൽകുന്ന പ്രൊഫഷണൽ ക്രെഡിബിലിറ്റി ചെറുതല്ല. അതായത് ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷനാണ്, ഒരു ഡിഗ്രിയാണ് PhD റിസർച്ച് എന്നുള്ളത് കൊണ്ട് അത് തരുന്ന റെക്കഗ്നിഷൻ, ഗ്ലോബൽ റെക്കഗ്നിഷൻ ഈസ് വെരി ബിഗ്. ദെൻ ഒരു റിസർച്ച് കരിയറിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? സ്വാഭാവികമായിട്ടും നമുക്ക് റിസർച്ചിലൂടെ നമ്മൾ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുകയാണ്, അല്ലെങ്കിൽ പുതിയ പ്രോബ്ലംസിനെ പരിഹരിക്കുകയാണ്. അതുപോലെ നമ്മൾ വ്യത്യസ്ത മേഖലകളിൽ നമ്മുടേതായ കോൺട്രിബ്യൂഷൻസ് കൊടുക്കുകയാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് സമൂഹത്തിനും അതുപോലെ സൊസൈറ്റിക്കും അതേപോലെ നോളജിന്റെ ലെവലിലേക്കൊക്കെ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ, നോളജിന്റെ റിസർവറിലേക്കൊക്കെ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു ഊർജം അല്ലെങ്കിൽ അതിലൂടെ നമുക്ക് ലഭിക്കുന്ന നേട്ടം വളരെ വലുതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പ്രൊഫഷണൽ ഗ്രോത്തിനും റെക്കഗ്നിഷനും റിസർച്ച് കരിയർ നമുക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു സംഗതിയാണ്. അതുപോലെ റിസർച്ച് ഗ്രാൻസും ഫണ്ടിങ്ങും ഒക്കെ കിട്ടണമെങ്കിൽ നമുക്കൊരു റിസർച്ച് കരിയർ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ റിസർച്ച് ഡിഗ്രി ഉണ്ടാകുന്നത് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആകും. ഉദാഹരണം പറയാണ്, PhD കഴിഞ്ഞ ഒരാൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വ്യത്യസ്ത റിസർച്ച് ഫണ്ടുകൾ, റിസർച്ച് ഗ്രാൻറ്റുകൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. മൈനർ റിസർച്ച് പ്രോജക്റ്റുകൾ, അതേപോലെ മേജർ റിസർച്ച് പ്രോജക്റ്റുകൾ ഗവൺമെന്റിന് വേണ്ടിയിട്ടോ പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് നമ്മൾ ബേസിക്കലി ഒരു PhD അല്ലെങ്കിൽ ഒരു റിസർച്ചർ ആയി നിൽക്കുമ്പോഴാണ്. ദെൻ അടുത്തത്, ഇതിലൂടെ ഒരു റിസർച്ചിനെ നമ്മൾ കരിയറാക്കി എടുക്കുമ്പോൾ അല്ലെങ്കിൽ റിസർച്ചിനെ നമ്മൾ ഒരു പ്രൊഫഷനാക്കി എടുക്കുമ്പോൾ നമുക്ക് ഇന്റർനാഷണൽ കൊളാബറേഷൻസ്, വിദേശങ്ങളിലെ വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളുമായിട്ടും വിദേശത്തെ വ്യത്യസ്ത അക്കാഡമിഷ്യൻസുമായിട്ടും വ്യത്യസ്ത ഇൻഡസ്ട്രിയലിസ്റ്റുകളുമായിട്ടും അതുപോലെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഹയർ ഒഫീഷ്യൽസുമായിട്ട് നമുക്ക് ബന്ധങ്ങൾ ഉണ്ടാവുകയും അത്തരം എക്സ്പോഷർ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ റിസർച്ച് ഒരു കരിയറായിട്ട് ലഭിക്കുമ്പോൾ നമ്മൾ എന്തുകൂടിയായി മാറുന്നു? നമ്മളൊരു ആ മേഖലയിലെ ഒരു എഴുത്തുകാരൻ കൂടിയാവുകയാണ്. നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങളെ ഒരു റിസർച്ച് ജേണലിലോ പുസ്തകത്തിലൂടെയോ സമൂഹത്തിന് നൽകാൻ സാധിക്കുന്നതാണ്. ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് MSc പഠനത്തിന് ശേഷം അദ്ദേഹം ഫിൻലാൻഡിലേക്ക് റിസർച്ച് ചെയ്യാനായിട്ട് പോവുകയുണ്ടായി. റിസർച്ച് ചെയ്ത് കഴിഞ്ഞ് ഒരു 4-5 വർഷം കൊണ്ട് അദ്ദേഹം റിസർച്ച് ചെയ്ത് കഴിഞ്ഞതായിട്ട് എനിക്കറിയാം. പിന്നെ ഒരു 10 വർഷത്തിന് ശേഷം, ഫിൻലാൻഡിലായിരുന്നു അദ്ദേഹം ചോദിച്ചത്, 10 വർഷത്തിന് ശേഷം അദ്ദേഹം എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു,
എന്താണ് ഇപ്പോൾ പരിപാടി, എവിടെയാണ് ഇപ്പോൾ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഫിൻലാൻഡിൽ തന്നെയാണ്. അപ്പൊ എന്താണ് ജോലി, എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ റിസർച്ച്. അപ്പൊ ഞാൻ ചോദിച്ചു റിസർച്ച് ഓൾറെഡി കഴിഞ്ഞതല്ലേ? അപ്പൊ അദ്ദേഹം പറയാണ് അന്ന് ഞാൻ റിസർച്ച് ഡിഗ്രിക്ക് വേണ്ടി പഠിക്കുകയായിരുന്നു, അത് കഴിഞ്ഞ് ഇപ്പോൾ ഞാനൊരു റിസർച്ചറാണ്. അപ്പോൾ ഫിൻലാൻഡിൽ റിസർച്ച് കഴിഞ്ഞതിന് ശേഷം ഫിൻലാൻഡിലെ വ്യത്യസ്ത ഏജൻസികൾക്ക് വേണ്ടിയിട്ട് റിസർച്ച് ചെയ്തു കൊടുക്കുന്ന, റിസർച്ച് പ്രൊഫഷനാക്കി സ്വീകരിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്, അല്ലെങ്കിൽ പ്രൊഫഷനായിട്ട് സ്വീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം. അതാണ് റിസർച്ചർ ആയിട്ടാണ് അദ്ദേഹത്തിന്റെ ജോലി. ഇപ്പോൾ റിസർച്ചർ എന്നുള്ളതാണ്. ഇപ്പോൾ റിസർച്ച് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡിഗ്രി അവാർഡ് ചെയ്യുന്നതിനുപരിയായിട്ട് റിസർച്ചർ എന്ന് പറയുന്നത് ഒരു കരിയർ ആയിട്ടാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇനി ഞാൻ വളരെ ബ്രീഫായിട്ട് ഇന്ത്യയിലെ റിസർച്ച് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് ഒന്ന് ജസ്റ്റ് പറയാം. അത് നമുക്കറിയാം, ആർട്സ് അതേപോലെ സയൻസ് മേഖലയിലെ വ്യത്യസ്ത റിസർച്ച് ഓപ്പർച്യൂണിറ്റികളെ കുറിച്ച് നമ്മുടെ ശേഷം പറയുന്ന റിസോഴ്സ് പേഴ്സൺസ് വിശദമായിട്ട് പറയാൻ പോവുകയാണ്. CSIR നമുക്കറിയാം, കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ റിസർച്ച് പ്രൊമോട്ട് ചെയ്യുന്ന, റിസർച്ചിന് വേണ്ടി ഫണ്ട് ചെയ്യുന്ന ഒരു ഏജൻസിയാണ്. അതിൽ നമുക്ക് ജോലി സാധ്യതകളുണ്ട്, അതുപോലെ റിസർച്ച് ചെയ്യാനുള്ള റിസർച്ച് ഫണ്ടുകൾ, റിസർച്ച് പ്രോജക്റ്റുകൾ ഓഫർ ചെയ്യുന്ന സ്ഥാപനമാണ്. അതുപോലെ ICMR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്, ബയോമെഡിക്കൽ ആൻഡ് ഹെൽത്ത് റിസർച്ച് പ്രൊമോട്ട് ചെയ്യുന്ന ആരോഗ്യ മേഖലയിൽ റിസർച്ചുകൾക്ക് വേണ്ടി ഫണ്ട് ചെയ്യുന്ന ഏജൻസിയാണ് ICMR. അതുപോലെ ICSSR നമുക്കൊക്കെ ഏറെ പരിചിതമായിരിക്കും. സോഷ്യൽ സയൻസ് റിസർച്ചിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ഇന്ത്യയിലെ സ്ഥാപനമാണ്, ഓട്ടോണമസ് സ്ഥാപനമാണ്. സോഷ്യൽ സയൻസിലെ റിസർച്ച്, മൈനർ റിസർച്ച് പ്രൊജക്റ്റുകളും മേജർ റിസർച്ച് പ്രൊജക്റ്റുകളും കൊളാബറേറ്റീവ് റിസർച്ച് പ്രൊജക്റ്റുകളും ഒക്കെ ICSSR ഓഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ കൃഷിയിൽ, അഗ്രികൾച്ചർ മേഖലയിലെ റിസർച്ചുകൾ പ്രൊമോട്ട് ചെയ്യുന്ന, റിസർച്ചുകൾ നടത്താൻ വേണ്ടിയിട്ട് നേതൃത്വം വഹിക്കുന്ന ഒരു ഏജൻസിയാണ് ICAR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച്. അതുപോലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നമുക്കറിയാം, ഡിപ്പാർട്ട്മെന്റ് ഓഫ് DSTയുടെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട റിസോഴ്സ് പേഴ്സൺ ജംഷീന മാഡം ഇപ്പോൾ DSTയുടെ ഒരു പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രോജക്റ്റ് ഫണ്ട് അവർ അവൈൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ നമുക്കറിയാം, UGC ഇന്ത്യയിലെ എഡ്യൂക്കേഷന്റെ ഒരു അപ്പെക്സ് ബോഡിയാണ്. UGC ആണ് CSIR നെറ്റും അതേപോലെ UGC നെറ്റും ഒക്കെ നടത്തുന്നത്. UGC റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് JRFിലൂടെയും SRFിലൂടെയും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ ഓട്ടോണമസ് സ്ഥാപനങ്ങളായ ടെക്നോളജിയുടെ പ്രധാനപ്പെട്ട സ്ഥാപനമായ IITകൾ, അതേപോലെ സയൻസിലെ പ്രധാനപ്പെട്ടമായ സ്ഥാപനങ്ങളായ IISc, അതുപോലെ എയിംസ്, അതുപോലെ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് ഇരുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെയൊക്കെ റിസർച്ച് ഒരു പ്രൊഫഷനായിട്ടുള്ള ജോലി സാധ്യതകളും അവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം. അതുപോലെ പ്രൈവറ്റ് ആൻഡ് NGO റിസർച്ച് ഇനീഷ്യേറ്റീവ്സ്, സിജി ഇപ്പോൾ നോക്കൂ, ഒരു NGO ആണ്. സിജി റിസർച്ച് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം തന്നെ നടത്തിയത്. സിജിയുടെ റിസർച്ച് ഫെലോഷിപ്പ് ഇന്ന് ഡിക്ലെയർ ചെയ്യാൻ പോവുകയാണ്. ഇതുപോലെയുള്ള സിജിയെ പോലെയുള്ള എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള NGOകളും പ്രൈവറ്റ് സ്ഥാപനങ്ങളും ഇപ്പോൾ റിസർച്ച് ഇനീഷ്യേറ്റീവുമായിട്ട് വളരെ മുന്നിലുണ്ട്, അല്ലെങ്കിൽ ഏറെ മുന്നിലുണ്ട് എന്ന കാര്യം കൂടി നമുക്കുള്ള സാധ്യതകളാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് പുറത്തേക്ക് പോവുകയാണ്, അബ്രോഡ്, വിദേശത്തുള്ള റിസർച്ച് ഓപ്പർച്യൂണിറ്റികൾ, പലതരത്തിലുള്ള റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ആൻഡ് PhD പ്രോഗ്രാംസ്, അതായത് ചില റിസർച്ച് അധിഷ്ഠിതമായ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രികൾക്ക് വരെ ഫെലോഷിപ്പും അതേപോലെ സ്പോൺസർഷിപ്പൊക്കെ വ്യത്യസ്ത രാഷ്ട്രങ്ങൾ നൽകുന്നുണ്ട്. US, UK, യൂറോപ്പ്, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ വ്യത്യസ്തരായ ആളുകൾക്ക്, കുറേയധികം ആളുകൾ ഇത്തരം രാഷ്ട്രങ്ങളിൽ പോയിട്ട് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിത്ത് ഫെലോഷിപ്പ്. അതുപോലെ ഇന്റർനാഷണൽ റിസർച്ച് ലാബ്, പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയുള്ള CERN എന്ന് പറയുന്ന ഫിസിക്സിലെ ഒരു പ്രധാനപ്പെട്ട റിസർച്ച് ലാബാണ്. ജംഷീന മാം അത് പറയുമായിരിക്കും. പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയുള്ള ഇതുപോലെ കുറേയധികം റിസർച്ച് ലാബുകളുണ്ട്. ഈ റിസർച്ച് ലാബുകൾ ഓഫർ ചെയ്യുന്ന റിസർച്ച് പ്രോജക്റ്റുകൾ, അതേപോലെ ഈ റിസർച്ച് ലാബുകളിലൊക്കെ ജോലി ചെയ്യാനുമുള്ള അവസരങ്ങൾ
നമുക്ക് മുന്നിലുണ്ട് എന്നതുകൂടി നമ്മൾ അറിയേണ്ടതാണ്. അതുപോലെ കൊളാബറേറ്റീവ് പ്രോജക്ട്സ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ WHO, UNESCO, UNDP പോലെയുള്ള ഏജൻസികൾ നമുക്ക് നമ്മുടെ മുമ്പിലേക്ക് പ്രോജക്റ്റിന്റെ റിസർച്ച് സാധ്യതകൾ വെക്കുകയാണ്. അതേപോലെ പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ്, ഓൾറെഡി റിസർച്ച് കഴിഞ്ഞ ആളുകൾക്ക് വ്യത്യസ്ത യൂണിവേഴ്സിറ്റികൾ ഉയർന്ന ഫെലോഷിപ്പോടുകൂടി, കോടികളുടെ അല്ലെങ്കിൽ ലക്ഷങ്ങളുടെ ഫെലോഷിപ്പോടുകൂടി പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് അവാർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം അവസരങ്ങളിൽ നമുക്ക് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിനും എല്ലാ സൗകര്യങ്ങളോട് കൂടിയും എയർ ഫെയർ, അതേപോലെ താമസം, അതേപോലെ നമ്മുടെ സ്പൗസിനെ വരെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള വിസ, അവിടെ താമസിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ, നമ്മുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസം, ഇത്തരം കാര്യങ്ങളെല്ലാം ഉൾപ്പെടെ ഫെലോഷിപ്പ് നൽകുന്ന പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് വരെ നമുക്ക് ലഭ്യമാണ് എന്നത് നമ്മൾ അറിയേണ്ടതാണ്. ഇനി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട റിസർച്ച് ഫെലോഷിപ്പുകൾ നമുക്ക് പരിചിതമായത് നമുക്കറിയാം. UGC നെറ്റ് JRF ഫെലോഷിപ്പ് നമുക്കറിയാം. CSIR നെറ്റ് ഫെലോഷിപ്പ് ഉണ്ട്. UGC നെറ്റ് JRF ഫെലോഷിപ്പ് UGC നെറ്റ്, അതായത് NTA നടത്തുന്ന നെറ്റ് ക്വാളിഫൈ ചെയ്താൽ നമുക്ക് ആർട്സ്, ലാംഗ്വേജ് വിഷയങ്ങളിലാണ് റിസർച്ച് ചെയ്യാൻ സാധിക്കുക. അതിൻ്റെ ഫെലോഷിപ്പ് ഉണ്ട്. അതുപോലെ CSIR ആണ് സയൻസ് വിഷയങ്ങളിൽ UGCക്ക് വേണ്ടി നെറ്റ് എക്സാം നടത്തുന്നത്. CSIR നെറ്റ് ക്വാളിഫൈ ചെയ്ത ആളുകൾക്ക് റിസർച്ച് ഫെലോഷിപ്പ് ഉണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ICMR മെഡിക്കൽ റിസർച്ചിന്റെ ഓഫർ ചെയ്യുന്ന JRF, SRF റിസർച്ച് ഫെലോഷിപ്പുകളുണ്ട്. നേരത്തെ സൂചിപ്പിച്ച ICSSR ഫെലോഷിപ്പ് സോഷ്യൽ സയൻസിന്, അതുപോലെ DST ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഓഫർ ചെയ്യുന്ന ഇൻസ്പയർ ഫെലോഷിപ്പ് ഉണ്ട്. ഇങ്ങനെ വ്യത്യസ്ത ഫെലോഷിപ്പുകളാണ് ഇന്ത്യയിൽ നമുക്കുള്ളത്. അതുപോലെ മേജർ സ്കോളർഷിപ്പ് ആൻഡ് ഫെലോഷിപ്പ് അബ്രോഡ്, പുറത്തുള്ള വിദേശ രാജ്യങ്ങളിലുള്ള ഫെലോഷിപ്പുകൾ നമ്മൾ പരിശോധിക്കുകയാണ്. ഫുൾ ബ്രൈറ്റ് ഫെലോഷിപ്പ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഫുൾ ബ്രൈറ്റ് ഫെലോഷിപ്പ് ഒക്കെ കിട്ടിയ ഒരാൾ റിസർച്ച് ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ കരിയറിൽ ഏറ്റവും ഉയർന്ന തലത്തിൽ അയാൾ എത്തിയെന്ന് നമുക്ക് അനുമാനിക്കാവുന്നതാണ്. അത്തരം ഹൈ സ്റ്റാൻഡേർഡിലുള്ള ഫെലോഷിപ്പുകളാണ് ഈ ഫുൾ ബ്രൈറ്റ് ഫെലോഷിപ്പുകൾ. അതുപോലെ കോമൺവെൽത്ത് സ്കോളർഷിപ്പ് UK കൊടുക്കുന്നത്. കോമൺവെൽത്ത് കൺട്രീസിലെ റിസർച്ചേഴ്സിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഫെലോഷിപ്പാണ് കോമൺവെൽത്ത് സ്കോളർഷിപ്പ്. അതേപോലെ ഇറാസ്മസ് മുണ്ടസ്, അതുപോലെ ഡാഡ് ഫെലോഷിപ്പ് ജർമ്മനിയിലെ, അതേപോലെ റോഡ്സ് സ്കോളർഷിപ്പ് UGക്കും PGക്കും ഡോക്ടറേറ്റിനും ഉണ്ട്. അവിടെ DPhil എന്ന് പറയുന്ന പേരാണ് PhDക്ക് പറയാറുള്ളത്. അതുപോലെ ഓസ്ട്രേലിയ അവാർഡ്സ്, അതേപോലെ UKയിലെ തന്നെ ഷീവനിങ്ങാൻ, അതുപോലുള്ള കുറേ അധികം വിദേശ സ്കോളർഷിപ്പുകൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളത് കൊണ്ട് ഇതൊരു ജോലിയായിട്ട് തന്നെ സ്വീകരിക്കാവുന്ന തരത്തിൽ നമുക്ക് മുന്നോട്ട് പോവേണ്ടതുണ്ട്. അങ്ങനെ പോകണമെങ്കിൽ റിസർച്ചിനെ കുറിച്ച് നമുക്ക് ധാരണയുണ്ടാകണം. റിസർച്ചിലേക്ക് നമ്മൾ എല്ലാവരും എത്തേണ്ടതുണ്ട്. എല്ലാവരും ഒരു കോളേജ് അധ്യാപകനാവുകയോ അല്ലെങ്കിൽ സ്കൂൾ അധ്യാപകനാവുകയോ അല്ലെങ്കിൽ PSCയിലെ ഒരു ജോലി ആഗ്രഹിക്കുകയോ ചെയ്യുന്നതിനേക്കാൾ എത്രയോ വലുതാണ് ഇതുപോലെയുള്ള റിസർച്ച് സ്കോളർഷിപ്പുകളിൽ വിദേശത്തൊക്കെ പോയി റിസർച്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം. അടുത്തത് റിസർച്ചുമായി ബന്ധപ്പെട്ട വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്. റിസർച്ച് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ, ഒരു പ്രോബ്ലം വെച്ചിട്ടായിരിക്കും തുടങ്ങാം. അതേപോലെ അത് ചെയ്യണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു മെത്തഡോളജി ഉണ്ടാവും. അതിനൊരു കൃത്യമായ ഡിസൈൻ ഉണ്ടാവും. ഈ ഡിസൈൻ ഉപയോഗിച്ചുകൊണ്ട്, ഈ മെത്തഡോളജി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ റിസർച്ചിന് ആവശ്യമായ ഡാറ്റ കളക്ട് ചെയ്തു. പിന്നെ കളക്ട് ചെയ്ത ഡാറ്റയെ വി വിൽ അനലൈസ് ആൻഡ് ദെൻ ഫ്രം ദാറ്റ് അനാലിസിസ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും അനലൈസ് ചെയ്യുക. അതുപോലെ ഡിഫറെൻറ്റ് മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റയെ നമ്മൾ ചെയ്യുന്ന റിസർച്ചിൻ്റെ ബേസിൽ അനലൈസ് ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യും. അതുപോലെ റിസർച്ച് പല തരത്തിലുള്ള റിസർച്ച് ഉണ്ട്. ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഉണ്ട്, അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഉണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും മിക്സ്ഡ് ആയിട്ടുള്ള റിസർച്ച് ഉണ്ട്. ഞാനൊരു ബേസിക് അവയർനെസ് തരാൻ വേണ്ടി മാത്രമാണ് ഈ പറയുന്നത്. ഇതൊക്കെ വിശദീകരിക്കുകയാണെങ്കിൽ നമുക്ക് അത് കൂടുതൽ ബോറിംഗ് ആവാൻ സാധ്യതയുണ്ട്.
നമ്മൾ റിസർച്ചിലേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞതിന് ശേഷം വിശദമായിട്ട് ഈ കാര്യങ്ങളിലൊക്കെ സെഷനുകൾ ചെയ്യാവുന്നതാണ്. അതേപോലെ റിസർച്ച് ചെയ്യുമ്പോൾ എത്തിക്കൽ ഗൈഡ് ലൈൻസ് ഉണ്ട്, ഇന്റഗ്രിറ്റി പ്രിൻസിപ്പിൾസ് ഉണ്ട്, അതൊക്കെ നമ്മൾ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അതേപോലെ റിസർച്ച് ചെയ്യുമ്പോൾ ഡോക്യുമെന്റേഷനും റിസർച്ച് ചെയ്ത് കണ്ടെത്തിയ കാര്യങ്ങളുടെ പബ്ലിക്കേഷനും അതിൻ്റെ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഔട്ട്കംസ് ആണ്. ഇനി വ്യത്യസ്ത ടൈപ്സ് ഓഫ് റിസർച്ചിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ബേസിക് VS അപ്ലൈഡ് റിസർച്ച് ഉണ്ട്. ബേസിക് വേഴ്സസ് അപ്ലൈഡ് റിസർച്ചസ്. ബേസിക് റിസർച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട നോളജ് അപ്ഡേഷൻ അല്ലെങ്കിൽ എൻറിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന റിസർച്ചിനെ ബേസിക് എന്ന് പറയും. അതുപോലെ അപ്ലൈഡ് റിസർച്ച് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ നോളജിനെ അപ്ലൈ ചെയ്തുകൊണ്ട് നടത്തുന്ന റിസർച്ചുകളാണ്. ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ക്വാളിറ്റേറ്റീവ് ഹൗ, വൈ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്യുന്ന തരത്തിലുള്ള റിസർച്ചുകൾ ക്വാളിറ്റേറ്റീവ്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് നമ്മൾ ഡാറ്റകൾ വെച്ചുകൊണ്ട് നമ്പേഴ്സ് വെച്ചുകൊണ്ട് അനലൈസ് ചെയ്യുന്ന റിസർച്ചാണ്. എക്സ്പെരിമെന്റൽ റിസർച്ച് ഉണ്ട്. എക്സ്പെരിമെന്റൽ റിസർച്ച് ഏതെങ്കിലും ഒരു പ്രോജക്റ്റിന്റെ, ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന്റെ, ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ, പ്രോഡക്റ്റിന്റെ ഒക്കെ ഇഫക്റ്റ് എത്രത്തോളം ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടൊക്കെ നടത്തുന്ന റിസർച്ചാണ്. അതുപോലെ ഡിസ്ക്രിപ്റ്റീവ്, അതേപോലെ അനാലിറ്റിക്കൽ, ഇന്റർ ഡിസിപ്ലിനറി എന്ന് പറഞ്ഞിട്ട് വ്യത്യസ്തമായ റിസർച്ചുകളുണ്ട് നമുക്ക് മുമ്പിൽ. അതുപോലെ റിസർച്ചിലെ പ്രോസസ്സുകളെ വളരെ ബേസിക്, വളരെ 4-5 പോയിന്റിലേക്ക് നമ്മൾ ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യുന്ന റിസർച്ച് പ്രോസസ്സിൽ ആദ്യത്തെ സ്റ്റെപ്പ് ഒരു റിസർച്ച് പ്രോബ്ലം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതായിരിക്കും. അതേപോലെ അടുത്തത് ഈ പ്രോബ്ലവുമായി ബന്ധപ്പെട്ട ഏരിയയിൽ നടന്ന റിസർച്ചുകളെ കുറിച്ചും അതേപോലെ ഈ ഏരിയയുമായി ബന്ധപ്പെട്ട തിയററ്റിക്കൽ ഓറിയന്റേഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്ന സ്റ്റെപ്പാണ് ഈ അടുത്ത സ്റ്റെപ്പ്. അത് റിവ്യൂ ഓഫ് റിലേറ്റഡ് ലിറ്ററേച്ചർ എന്ന് പറയും നമ്മൾ. അതേപോലെ ഈ റിവ്യൂ ചെയ്തിട്ട് റിസർച്ചുമായി ബന്ധപ്പെട്ട പ്രീവിയസ് റിസർച്ചുകളെ കുറിച്ചൊക്കെ പഠിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, വളരെ ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവുകൾ ഡിഫൈൻ ചെയ്യും നമ്മൾ റിസർച്ചുമായി ബന്ധപ്പെട്ടു. പിന്നെ നമ്മൾ ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യും. അതേപോലെ റിസർച്ച് ഡിസൈനും മെത്തഡോളജിയും ഒക്കെ സ്വീകരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഡാറ്റ കളക്ട് ചെയ്യും. പിന്നെ അടുത്തത് ഡാറ്റ അനലൈസ് ചെയ്യും. അതിൽ നിന്ന് ഇന്റർപ്രിട്ടേഷൻ എത്തും. പിന്നെ നമ്മൾ കിട്ടിയ റിസൾട്ടുകളെ ഡിസ്കസ് ചെയ്യും. അതിൽ പിന്നെ കൺക്ലൂഡ് ചെയ്യും. അതേപോലെ നമ്മൾ ഫർദർ റിസർച്ചിന് വേണ്ടിയിട്ടുള്ള സജഷൻസ് കൊടുക്കും. അതേപോലെ ഇത് ഇംപ്ലിക്കേഷൻസിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് തരികയും ചെയ്യും. ഇത്രയുമാണ് ബേസിക് ആയിട്ടുള്ള റിസർച്ച് പ്രോസസ്സിലെ സ്റ്റെപ്പുകൾ. ഇനി റിസർച്ച് എത്തിക്സ് കൂടെ ഉണ്ട്. ഇങ്ങനെയൊക്കെ റിസർച്ച് ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ചില എത്തിക്സ് കൂടിയുണ്ട്. അതായത് അവോയ്ഡ് പ്ലാജിയറിസം. പ്ലാജിയറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അതായത് വളരെ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ മറ്റൊരാളുടെ പ്രോപ്പർട്ടി അയാളുടെ സമ്മതമില്ലാതെ നമ്മൾ കോപ്പി ചെയ്യുന്നതിനാണ് വളരെ ബേസിക് ലെവലിൽ പ്ലാജറിസത്തെ നമ്മൾ പറയുക. കോപ്പി ചെയ്യുക അല്ലെങ്കിൽ അവരുടെ സമ്മതമില്ലാതെ അവരുടെ പ്രോപ്പർട്ടി, അവരുടെ നോളജിനെ, അവരുടെ ഇൻഫർമേഷൻ എടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, പ്ലാജിയറിസം എന്ന് പറയാം. അതുപോലെ നമ്മുടെ ഈ റിസർച്ചിൽ പങ്കാളികളാവുന്ന പാർട്ടിസിപ്പൻസിന്റെ അവരുടെ ഡിഗ്നിറ്റിയും അതുപോലെ അവരുടെ പ്രൈവസിയും ഒക്കെ നമ്മൾ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അതേപോലെ നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റയുടെ പ്രൈവസി, കോൺഫിഡൻഷ്യാലിറ്റി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ ഏതെങ്കിലും മറ്റാളുകളുടെ കോൺട്രിബ്യൂഷൻസ് നമ്മൾ റിസർച്ചിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അത് അക്നോളജ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇന്റർനാഷണൽ റിസർച്ചുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈൻസ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇനി അടുത്ത ഒരു കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു റിസർച്ചർ ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളൊരു റൈറ്റർ കൂടി ആവുകയാണ്, അല്ലെങ്കിൽ ആ മേഖലയിൽ എഴുതുന്ന ഒരു എഴുത്തുകാരൻ കൂടി ആവുകയാണ് ചെയ്യുന്നത്. നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങളെ നമ്മൾ ഏതെങ്കിലും വ്യത്യസ്ത തരത്തിലുള്ള ജേണലുകളുണ്ട്. അത്തരം ജേണലുകളിലൂടെ നമുക്ക് പബ്ലിഷ് ചെയ്യാം. വ്യത്യസ്ത മാനദണ്ഡങ്ങൾ, വ്യത്യസ്ത ജേണലുകൾ എന്താ പറയാ, ഗ്രേഡ് ചെയ്യാനുണ്ട്. അത്തരം ജേണലുകളിലൂടെ നമുക്ക് പബ്ലിഷ് ചെയ്യാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ വ്യത്യസ്ത നാഷണൽ ലെവലിലുള്ള, സ്റ്റേറ്റ് ലെവലിലുള്ള, ഇന്റർനാഷണൽ ലെവലിലുള്ള കോൺഫറൻസുകളിലും വർക്ക്ഷോപ്പുകളിലും സെമിനാറുകളിലും ഒക്കെ നമ്മുടെ പേപ്പർ, നമ്മൾ റിസർച്ചിലൂടെ കണ്ടെത്തിയ കാര്യങ്ങൾ നമുക്ക് പബ്ലിഷ് ചെയ്യാനുള്ള അവസരം കൂടിയാണ് നമുക്ക് കിട്ടുന്നത്.
അതുപോലെ പുസ്തകങ്ങൾ, നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങളെ പുസ്തകങ്ങളാക്കി നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ റിസർച്ചിലുള്ള കരിയറുകൾ നമുക്കറിയാം. അക്കാഡമിക് റിസർച്ചിലും ടീച്ചിങ് റിസർച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടീച്ചിങ്ങിന്, കോളേജ് ലെവൽ ടീച്ചിങ്, യൂണിവേഴ്സിറ്റി ലെവൽ ടീച്ചിങ്ങിന് റിസർച്ച് ഒരു മാനദണ്ഡമാണ് എന്നുള്ളത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. അതേപോലെ ഏത് ടെക്നോളജി കമ്പനിയാണെങ്കിലും, ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണെങ്കിലും, അഗ്രികൾച്ചറൽ കമ്പനിയാണെങ്കിലും, ഇൻഡസ്ട്രിയിലാണെങ്കിലും നമുക്കറിയാം R&D, ഹെൽത്ത്, ഏത് മേഖല എടുത്താലും അവിടെ R&D ഉണ്ടാവും, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. ഈ മേഖലയിലൊക്കെ ഫർദർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ദിനേന എന്നോണം പ്രവർത്തിക്കുന്ന ഒരു വിങ് ആണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. അത് എല്ലാ മേഖലയിലും ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. അതുപോലെ പോളിസി തിങ്ക് ടാങ്ക്സ് ആൻഡ് NGOs. നമുക്കറിയാം, ഏതെങ്കിലും പോളിസി, നമ്മൾ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഗവൺമെന്റിന്റെ പോളിസികൾ ഡെവലപ്പ് ചെയ്യുന്നതിലും, അതേപോലെ വ്യത്യസ്ത NGOകളിൽ പോളിസികൾ ഡെവലപ്പ് ചെയ്യുന്നതിലും, പ്രവർത്തന രേഖകൾ തയ്യാറാക്കുന്നതിലും, അതേപോലെ വ്യത്യസ്ത പ്രോജക്റ്റുകൾ രൂപപ്പെടുത്തുന്നതിലൊക്കെ പോളിസി തിങ്ക് ടാങ്ക്സിനെ അല്ലെങ്കിൽ തിങ്ക് ടാങ്ക്സിന് ആവശ്യമുണ്ട്. അത് റിസർച്ചേഴ്സിനെയാണ് ഈ മേഖലയിലൊക്കെ നിയമിക്കാറുള്ളത്. അതേപോലെ WHO പോലെയുള്ള, യുനെസ്കോ പോലെയുള്ള, UNDP പോലെയുള്ള സ്ഥാപനങ്ങൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ അവിടെയൊക്കെയുള്ള റിസർച്ചിന്റെ സാധ്യതകൾ വളരെ വലുത് തന്നെയാണ്. അതേപോലെ ഓൺട്രപ്രണർഷിപ്പിലും ഇന്നോവേഷനിലും ഒക്കെ റിസർച്ച് എന്നത് ആണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് എന്നത് നമ്മുടെ മുമ്പിലേക്ക് തുറന്നു വെക്കുന്ന വലിയ തൊഴിലവസരങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, വ്യത്യസ്ത ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള റിസർച്ചിന്റെ ചില എക്സാമ്പിളുകൾ കൂടി മാത്രം ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത് കൃഷിയുമായി ബന്ധപ്പെട്ടതാണ്. കൃഷിയിൽ നമ്മൾ ഉണ്ടാക്കിയ ഡെവലപ്മെന്റിന്റെ ഒക്കെ കാരണവും റിസർച്ച് തന്നെയാണ്. അതുപോലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള മേഖലകൾ മുതൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള മേഖല മുതൽ ഏറ്റവും ഉയർന്ന മേഖലയിൽ വരെ ഡെവലപ്മെന്റിന്റെ കാരണം റിസർച്ച് തന്നെയാണ്. അതുപോലെ കോവിഡ് ഇപ്പോൾ ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള ഒരു പിന്നെ നമ്മൾ കണ്ടതാണ്, നമ്മൾ അനുഭവിച്ചതാണല്ലോ. അവിടെ വാക്സിൻ ഡെവലപ്പ് ചെയ്യുന്നത് ഒരു കൊളാബറേറ്റീവ് റിസർച്ചിന്റെ ഭാഗമായിട്ടാണ്. അതേപോലെ ജീനോം മാപ്പിംഗ് പ്രോജക്ട്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട റിസർച്ചുകൾ, സോഷ്യൽ സയൻസിലെ പബ്ലിക് പോളിസികളൊക്കെ ഷേപ്പ് ചെയ്യുന്നതിനുള്ള റിസർച്ചുകളൊക്കെ നമ്മൾ സ്ഥിരമായി കണ്ടിട്ടുള്ള, നമുക്ക് സുപരിചിതമായ റിസർച്ചുകളാണ്. ഇനി സമയം വളരെ അധികരിച്ചെന്ന് തോന്നുന്നു. എനിക്ക് അനുവദിച്ചതിൽ കൂടുതൽ സമയം ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഒരൊറ്റ കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് റിസർച്ചിലേക്കുള്ള ആദ്യ പടി എന്നത് UGC അല്ലെങ്കിൽ CSIR നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, റിസർച്ചിനുള്ള അവസരം നേടിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും ആദ്യത്തെ പടി. അതിലൂടെ PG വിദ്യാർത്ഥികൾ എന്ന നിലക്ക് അല്ലെങ്കിൽ ഡിഗ്രി വിദ്യാർത്ഥികൾ എന്ന നിലക്ക് നമ്മൾ ഈ ഒരു ഓപ്പണിംഗ് അല്ലെങ്കിൽ നമ്മുടെ ആദ്യത്തെ പടി എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടരുകയും വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. UGC നെറ്റും CSR നെറ്റുമായി ബന്ധപ്പെട്ട പ്രാഥമിക കാര്യങ്ങൾ സൂചിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ തന്നെ സമയം അധികരിച്ചതുകൊണ്ട് ഞാൻ തൽക്കാലം വിടവാങ്ങുകയാണ്. നമ്മുടെ പിന്നിലുള്ള റിസോഴ്സ് പേഴ്സൺസിൽ നിന്നും ഇനിയും കൂടുതൽ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള വിവരങ്ങൾ ആർട്സുമായി ബന്ധപ്പെട്ടതും സയൻസുമായി ബന്ധപ്പെട്ടതും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇനി ലഭിക്കാൻ പോവുകയാണ്. താങ്ക് യു. താങ്ക് യു റിഷാദ് സർ. എന്റെ വോയിസ് ക്ലിയർ ആണല്ലോ അല്ലെ? യെസ്. ഓക്കെ, നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ അത് അവസാനം ഡിസ്കസ് ചെയ്യാന്ന് വിചാരിക്കുന്നു. അപ്പോ ഏതായാലും താങ്ക് യു സോ മച്ച് റിഷാദ് സർ. ഒരു റിസർച്ച് എന്താണെന്നുള്ളൊരു കാര്യം വളരെ ക്രിസ്പായിട്ട് ഒരുപാട് പോയിന്റ്സ് ചെറിയൊരു സമയം കൊണ്ട് സാർക്ക് ഇത് നമുക്ക് കൺവേ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിൽ വളരെ സന്തോഷം തോന്നാണ്. സോ ഇപ്പൊ അടുത്തൊരു സെഷൻ എന്ന് പറയുന്നത് നമുക്കൊരു സബ്ജക്ട് ബേസ്ഡ് ആയിട്ടുള്ള ഏത് രൂപത്തിൽ നമുക്ക് ഓരോ വിഷയങ്ങളിലും കൃത്യമായിട്ട് ഏതെല്ലാം രീതിയിലുള്ള റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജംഷിന മാം അടുത്തായിട്ട് സംസാരിക്കാൻ ഇരിക്കുകയാണ്. അതിനുശേഷം ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് മുന്നിൽ വരും. സോഷ്യൽ സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസ് എന്നുള്ള സബ്ജക്റ്റിലെ റിസർച്ചിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ള രീതിയിലൊക്കെ പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് മുമ്പായിട്ട് പെട്ടെന്ന് നിങ്ങളോട് സംസാരിക്കണം എന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ റിസർച്ച് നമുക്ക് സാറ് പറഞ്ഞു നിർത്തിയിട്ടുള്ളത് UGC നെറ്റ് അതുപോലെ തന്നെ CSIR നെറ്റിനെ കുറിച്ചായിരുന്നല്ലോ അല്ലെ. അപ്പോ നമ്മളിവിടെ ഒരു CRF റിസർച്ച് ഫെലോഷിപ്പ് എന്നുള്ള ഒരു കാര്യം നമ്മൾ കൃത്യമായി ഇവിടെ മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ട് സംഗതി ഇത്രേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് അവസാനം പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫെലോഷിപ്പോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് നിങ്ങൾക്ക് ഒരു ഏതെങ്കിലും UGC നെറ്റ് അല്ലെങ്കിൽ CSIR നെറ്റിന് നിങ്ങൾക്ക് സീരിയസ് ആയിട്ട് നിങ്ങൾ പഠിക്കുകയാണ്, നിങ്ങൾക്ക് അതിന്റെ ഒരു സീരിയസ്നെസ്സും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പാഷനും നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഫെലോഷിപ്പോട് കൂടിയിട്ട് പഠിക്കാനുള്ള ഒരു അവസരം ഞങ്ങൾ ഒരുക്കുകയാണ്. രണ്ടാമതായിട്ട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇനി കാര്യമായിട്ട് നിങ്ങളുടെ റിസർച്ച് ഫീൽഡിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ കൃത്യമായിട്ട് ആ ഓരോ വിഷയങ്ങളിലും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഏതാണ് വിഷയം, ഏതാണോ ഏരിയ സ്പെസിഫിക് ആയിട്ട് തന്നെ ഏറ്റവും നല്ല മെന്റേഴ്സിന്റെ സഹായത്തോട് കൂടിയിട്ട്, ഇതൊരിക്കലും എന്താ പറയുക ഒരു ഏറ്റവും ക്വാളിറ്റി റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ അസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മെന്റർഷിപ്പ് പ്രോഗ്രാം കൂടിയാണ് നമ്മൾ അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു ഫ്ലാഷ് കാർഡായിട്ട് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചതാണ്. അപ്പോൾ ഈ 2 സെഷൻ, അതായത് സോഷ്യൽ സയൻസിലെ റിസർച്ചിന്റെ സാധ്യതകളും അതിനു മുമ്പായിട്ട് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ റിസർച്ചിന്റെ സാധ്യതകളും പറഞ്ഞതിന് ശേഷം നമ്മൾ ഇതൊന്ന് ബ്രീഫ് ചെയ്യും. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഏത് രൂപത്തിലാണ് നിങ്ങൾക്ക് ഈ ഒരു CRF-ലേക്കൊക്കെ കടക്കാനായിട്ട് പറ്റുക, ഇതിന്റെ എങ്ങനെ നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ കൂടുതലായിട്ട് സമയം എടുക്കുന്നില്ല, നമുക്ക് ജംഷിന മാം ഇവിടെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഒരു സയൻസ് മേഖലയിലുള്ള റിസർച്ചും ഫെലോഷിപ്പും ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഏതെല്ലാം രീതിയിലുണ്ട് എന്നുള്ളത് നമുക്ക് ജംഷിന മാം തന്നെ നമുക്ക് സംസാരിക്കും എന്ന് തോന്നുന്നു. ഓക്കെ, ജംഷിന മാം അവൈലബിൾ ആണോ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഓക്കെ, താങ്ക് യു സോ മച്ച്. ജംഷിന മാം ഇപ്പോ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റിലെ റിസർച്ച് സ്കോളർ ആണ്. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഫെലോഷിപ്പ് നിലവിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ജംഷിന മാമിനോട് തന്നെ ചോദിക്കാം. ഓക്കെ, ഹാൻഡ് ഓവർ ജംഷിന മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഡോക്ടർ ഷബാബ്. പ്രസന്റേഷനിലേക്ക് പോവാലോ അല്ലെ? തീർച്ചയായിട്ടും മാം, തീർച്ചയായിട്ടും. പ്രസന്റേഷൻ കാണാവോ? യെസ്, കാണാം മാം. Okay. First of all, thank you, Shabab, for your nice introduction. I'm Jamshina Sanam, Vice PhD Fellow, DST Government of India. I am working Department of Physics, University of Calicut. Today, I'm here to present research in science stream, opportunities, challenges, and possibilities. Then, let's start. We all living in a technologically developed world, surrounded by electricity, fast communication, modern medicine, and advanced transport. We all know that all these are the gift of science. We can't imagine a world without them. No electricity, no communication, no light, and no medicine. We can't save lives. These all are make our lives so much easier. Science is not just about invention, it is the foundation of life we live today. Without it, world will be incomplete. So I'm going to say about why science so much matters. Why we can't live without science. Next is from where the science start. Science usually starts with some questions like why, how, or it is started from curiosity. Newton thought, why does the apple fall down? This was a question a major research came from. That means from the question of Newton led it to a lot of solution of lot of complex situations. Einstein, what happened if I ride on a beam of light? That's also leading to a complex situations, or the solution of a complex situations. And Marie Curie too. And today's silly questions will be tomorrow's life-changing solutions. Like Newton's question was a silly questions before, but now it is a solution of many things. Then what is science?
We can define science as many ways. The most important thing is science as an economic or is a it has an impact on economic and industry development. We know through research, we can take patents, we can make startups that can lead to the jobs. Fundamentally, all the things happens from the research in fundamental science. That means the fundamental science leading to the applied science, that can be leading to the engineering, that can be leading to the technology. We can lead it into the business that can control markets, that will develop the wealth and the entire GDP of the nation. Then science, the next definition of science is it's it can give a lot in the field of healthcare. That means we all know that what happened in pandemic, COVID situations. It developed vaccines, and from the it already developed in. I mean, in the history we know that what the antibiotics done in human life, and what is X-ray, MRI, CT scan doing in our day-to-day lives. What is the surgical advances like the robotic surgeries, and we can control the surgery by sitting from one place and surgery from another place. And in the medical field, another invention is the transplants like kidney, heart, liver, etc. And another thing is genomic and DNA technology. That means this is another important thing. That means we can engineer the DNA strands, and we can do the personalized medicines, and we can do the genetic diseases by just cutting a strands which is transporting the disease from one generation to another generations. And through the science, the life expectancy doubled from 40 to 80 plus years today. And science is doing a very big role in energy and environmental situations. Like every year, human needs the increase of almost 2.2% increase of energy demands. And so many researchers are doing on non-conventional methods like solar, wind, tidal, geothermal, and for having clean powers, and for developing advanced battery, lithium-ion batteries, solid state, and hydrogen fuel cells for storage, etc. So science can be defined just like it's a thing which is on working on to get huge amount of energy to fulfill the human needs. And but the byproduct of this type of development, this type of research is the environmental impacts like global warming and water pollution, etc. Global warming are usually happening because of the huge release of carbonated compound. That means the combustion of fossil fuels, which is usually doing for the production of the electricity. But the science is working to solve the issues by this type of researchers. So there are two ways science is working on to get huge energy. At the same time, science is working to solve the side effects of the one research. Then why science can be used as the growth for nation? Who is investing more in science? They are the leaders of the world. You can see that the figure in the left side that India's contribution in India's GDP contribution by science is nearly 0.6%, but the contribution of the Israel is more than 5%. See where Israel is standing in the field of science and technology. India is one of the largest defense import in the world, spending significant share of its budget on acquiring advanced weapons and technologies from countries such as Russia, USA, France, and Israel. You can see that these all countries are contributing much for the development or the research field. We all know that we bought Rafale from France, S-400 missile defense system from Russia, and armed drones from US and everything. So we are investing so much amount in this field. If we invest so much in the basic research area,
we can't develop. We can develop these all things here itself. Then science is a field for solving the global challenges like climate changes, and that I have already mentioned that the rising temperature can be solved by the science. We can solve the water scarcity, and we can solve the pandemic issues, COVID-19, show the need for rapid vaccine and global health research. We can do the research on food security and energy demand, I already mentioned, and pollutions like the plastic pollution, electronic waste. And we all know that what is the plastic pollution. And electronic waste means we are dumping so many solar panels to the oceans. The one good part of the science is giving some negative part to the oceans, but science also working on that. And biodiversity loss, deforestation, species extinction threatening ecosystems, urbanization due to the population growth, and everywhere. Science is everywhere. For if we develop something, sometimes there will be side effects, and for that too, science will be able to help. Then what is research in science? Research is not only about solutions, but about understanding nature. The basic thing of the research is not only for having the solutions and developing technologies, but the important thing is to understand the nature. That means this is saying about the importance of basic research in basic sciences. Even without immediate application, the basic science has its own roles. As I have already mentioned, started from curiosity, that is leading to the knowledge, that again leading to the progress, and that is leading to the innovations. Then everyday impact. We all know we are all using GPS systems. GPS system is it's not happened in a day. It's a result of a lot of combined. It's a result of a lot of combined effect. It is the outcome of Einstein's relativity and satellite engineering. Einstein's relativity is coming from physics, and satellite engineering is a combination of engineering and physics. And mobile phone is advances in semiconductor. It is a material science research, quantum physics, and also it also includes the communication theory. Internet is widely using now, and it's born from the defense and academic research to share knowledge, but it is spreaded throughout the world. And actually, what we feel ordinary today, that will the unimaginable research of tomorrow. Then research you can use it as an inspiration. In 1969, we know that moon landing happens. Just imagine that we just controlled a vehicle from Earth to a space. That's only because of science. We have done Mars missions, world done Mars missions. It is used to find out the searching of life and for new frontiers. Is there any chance of water, life, etc.? So this all happened because of science. And the Nobel discoveries like the penicillin, it has two, we can divide era as two, penicillin, not penicillin era and a penicillin era. It changes the human life and upside down. Then types of research. Then from where the science, the research started. It's all started from a curiosity. Why it happened? How it happened? That is leading to a question. That become a hypothesis. We can say that, we can imagine, we can say that there is something. That's an hypothesis. The hypothesis can be tested by experiment. By a lot of repeatedly experiment, we can conclude that there is something or our hypothesis is correct. Then that hypothesis after the experiment can lead to a result. That result is the final thing. That is the normal method of any research in science. Then fundamental research will give you a lot of immense knowledge that can be lead to the applied research. Applied research means how can we apply these all things to in real world. Like that, for example, quantum mechanics can be developed into the means the computer worlds. Another thing is in biology, we can say that the
learning means the basic thing of the medicines and other combinations can be used to develop new vaccines for new viruses. New viruses means there is another information we needed is the about DNA strands, RNA, something and something like that. So that basic information is needed for developing something new. That means we can use the basic thing to apply research. So basic knowledge or fundamental research is very important. Then that can lead to the translation research, like if you know about the DNA strands and DNA coding or something like that, that we can use for DNA editing and moving from concept to therapy, that can use for therapy, personalized therapies, etc. Then we can combine the different streams of sciences together and make another thing. For maths and science can lead to develop and use models, use mathematics and computation thinking, like that. And that you can use for simulations. Simulations can be used for prior checking it is before it make to a reality, and like that. And then nanomedicines. Nanomedicines are the combination of nanotechnology, biology, and medical science. Hope you know that what is nanomaterials. Nanomaterials are the material which is having very low dimension, and that means more effective comparing to the medicine macro size, and I like that. I wanted to say you that there is a lot of possibilities to combine different stream of sciences. Then emerging frontiers. Emerging frontiers are usually, we all know that artificial intelligence, that's for using driving drug discovery, climate modeling, smart healthcare, and autonomous systems. We all know that what AI is doing now. From where what are the areas in artificial intelligence is used in social medias, in internets, everywhere AI is there. And for quantum computing, solving problems, quantum computing is usually little more speedy than the usual computing methods, and can be used in cryptography, material design, optimization. And for neuroscience, this is another very interesting thing. There is a company of Elon Musk, Neuralink, and actually for paralyzed persons, there is a chip, and they can read the data of the what the person is thinking, and decode it into the machine language, and for a person outside can read this and respond. There's a very wonderful thing what's happening. And the robotics, and as I have mentioned, you know what robots are doing now in the medical science. Robotic surgery are there, and a doctor is in one place and the surgery is in another place. Just imagine what science is doing now. Then energy and sustainability research. So energy, we all need energy for working. As I have mentioned, world need energy. Means its demand is increasing almost 2.2% every year. So science research is a lot of research is happening on energy and sustainability research, mainly on the clean energy like solar, wind, and green technologies like hydrogen batteries, etc. We all know that we have to know that usually we are depending on the fossil fuels for the production of electricity. Since a lot of methods are still here, its contribution is purely lesser than 30%. Still, we are depending on the fossil fuel for the production of electricity. This is leading to many issues like global warming, and that is leading to the climate changes, and etc. etc. So this also we have to divert our research mainly on the this type of non-conventional methods, and this mainly thing hydrogen fuel, thermoelectrics. I'm working on thermoelectrics and energy storage like next gen batteries and supercapacitors and solid state system, etc. Then biomedical research, this also I have mentioned already, decoding of DNA to understand diseases at the root cause. And personalized medicine, we can decode the DNA informations and give personalized medicines that were more effective. And we can design drugs by using AI and data-driven discovery.
And the nanotechnology in therapy. Nanotechnology is a material which is having 10⁻⁻⁶ dimension, and it is very small and it is more specific. If you are giving a medicine to a particular organ, particular internal organ, it will affect only on that organ. It will not affect others. So it will be more specific in nanotechnology. So there are a lot of research in space and astronomy. Hope you all know. Hope you heard about black holes, unlocking mysteries of gravity, space-time, and limits of physics. Exoplanets, that there's a very famous thing, searching for habitable world and signs of life beyond our solar system. And satellites, the internet system is because of the satellites that is driving space explorations, Earth observation, communication, and navigation. And material research, materials, so that is what I am usually involved in, material research. And we are developing new materials, that is transparent conducting oxide for better next gen displays, just like foldable displays, and many type of displays, and smart alloys, like material that adapt, respond, and recover for aerospace, biomedical, and structural applications. 2D materials, it is very thin. It is ultra thin, lightweight, and very powerful. And examples are graphene and molybdenum sulfate like materials. Those are the research area in material research. And data driven research, you know what are data? There are so many data, like billions of data points from telescopes. Telescopes means the telescopes to the spaces, and colliders. Hope you know what is colliders. The Large Hadron Collider is the concern, and satellites and sensors. We are all getting data from these all type of instruments. We have to analyze this data and convert it into useful informations. And the data driven research is also should leading to the simulations. That means before building it, we have to know what will be its the real structure. For that, we have to make simulations, and this is another research area. And we can in another research is AI models. We can make AI models, pattern finding partners that accelerate insights. We can imagine everything by using AI models before building it. Then opportunities in research, and as usual, as Trisha sir said, the PhD is the first door of the research that can be leading to postdoc, and that can be leading to faculty or a scientist. And for teaching is we can pass knowledge from one generation to another generation. And as a researcher or a scientist, we can publish papers, adding new ideas to humanities collective library, and we can mentor students, and we can, through that we can expand our ideas from one people to another people. So by a group of people, we will get so much productive ideas and convert it to an expanded thing. Then one of the another opportunity in research is we can go into the industry. This is mainly happening in pharma, aerospace, IT, and energy. For pharma, we can drug discovery, vaccines, personalized medicines. And aerospace, mainly aerospace, we can synthesize new materials, new advanced materials, propulsion, and autonomous systems. And for IT field, IT, you can use AI, cybersecurity, quantum computing, big data. For energy, we can use renewable energies like solar energy, thermoelectric energy, and hydrogen batteries, storage, nuclear, etc. The entrepreneurship, we can use pharmacology in field of pharma, new drugs, driven clinical trials, aerospace. Then IT that are already mentioned, energy. Then core features of industrial research and development is turning theory to usable technology. The theories are always in books, but this theory, if we can convert this theory to usable things, we can use an industry. And scalability, from lab prototypes, we can use mass production. That will be useful for many people. That's the impact of this thing is we can enhance the job opportunities. We can improve means we can do the products and patents, and that will ultimately leading to the economy of our nation.
Then if you are more good in field of science, we can influence the policymakers of government. We can help to bridge the science in society. We can contribute a lot in public health, and we can contribute a lot in climate and environment. We can contribute a lot in technology and security, and we can contribute a lot in economy and innovations. That's another best thing for our nation. Then, what are the different research opportunities for UG and PG students? Then, funding is why funding matters. It helps to, it encourages the academic excellence of students. It also support the research, and it will give an international exposures, and it reduces the financial burden. So there are 4 types of funding available, then scholarship, fellowship, grants, internship, research and project funding. For undergraduate students can apply, and postgraduate PG students can apply, and this is all based on, this will be processed because by using the field merit and financial need and institution affiliations. Then key funding opportunity for UG and PG levels. For UG students, there is NTSC, NCRT for studying UG, 1,250 rupees per month. AICTE Pragati, Saksham for girls and differently able students. There is an Inspire Fellowship for this is based on the +2 marks. And there is state government scholarships, private foundation grants like Zin Remchi, Reliance Foundation, etc. And global UG scholarship like UWC, Tata Trust, Commonwealth, DAT, WISE, etc. And summer research fellowships. UG degree students can join summer research fellowships. Example, Indian Academy of Sciences. Summer research fellowship is a good opportunity for UG students to understand what is research, and you will be supervised by the senior research scholars from the prominent institutes. That's one of the good opportunity for UG students. The degree students. For postgraduate students, for their studies, you can Inspire Scholarship. That is the Inspire Scholarship from the degree level 2, and you can have Grace Scholarship for that, but that is for MTech and ME students. And Corona program for SN both sides. 1 second. Okay, Corona programs, SN Bose scholars like Department of Biotechnology, Indo-US fully funded research internship for MSc MTech students, JNCSR Summer Fellowship, that's an institute in Bangalore. And, if you are selected, you will get travel and other sponsorships. And there is Tata Trust Scholarship. Tata will also provide you scholarship, and there is a DAT, now Erasmus, Fulbright, etc. Professors said about the Fulbright fellowship. And then for PhD students, for PhD, there is a lot of funding opportunities. If you enter to the PhD, you will have national and global fellowship. For national, there is a agency that's called DST, Department of Science and Technology. I'm from Department of Science and Technology. And there is Science and Engineering Research Board. It is ANR, Anusandhan National Research Foundation. And there is CSIR, that's Council of Scientific and Industrial Research. And there is DBT, Department of Biotechnology. If anybody is interested in biology, there's an agency called DBT. For global level, NSF, the National Science Foundation of USA, and Horizon Europe, that means EU, world's biggest collaborative research program supporting cross-border invention and sustainability.
This is from Total European Union, and JSPS, that's from Japan, promotes academic exchange, fellowships, and global research collaborations. The next is top fellowships for pursuing PhD in India. First one is CSIR Nigeria, that is already mentioned here, and this amount is 37,000 per month for 2 years, and then 42,000 per month. You have to pass the CSIR examinations in the PG level, and there is a UGC net for this is for art subject that will be mentioned. And for Inspire Fellowship, that is from degree students. Yeah, they are already availing Inspire Fellowship. They can continue in their PhD level too. See the amount you will get nearly 37,000 per month for a PhD, and that will be converted to 42, and 20,000 per year for contingency for buying your materials and other lab usables. You can use 20,000 per year. That we usually getting the PG first rank holders and other firm the PG Inspire Fellows too. Then there is a huge PMRF Prime Minister Research Fellowship. You will get 70,000 per month. That will be converted to 75 after 2 years. And but you should have GATE for that, and you should be from a top institute like IITs and IIScs, etc. There is ICMR JRF. For the same amount you will get this MSc in Life Science, that is mainly focused on life science. And the DBT also for life science, biotechnology, life science, and you should have to qualify BET. Then GATE PhD fellowship that you will get from NITs, IIT, and other IASC. You will get the 31,000 per month. You should qualify. You should be qualified GATE, and you should get a PhD admission in top institute. And state research fellowship, and now today another fellowship announced by the state government. If you join a PhD for a PhD in any institute, you will get 10,000 per month. This is comparatively very low, but you can use that. Then project fellowship like JRF and SRF. There's also you'll get from DST, NRF, DRDO, SRO, etc. This is a comparatively lower amount, 25,000 to 42,000. That is maybe it's for 3 years or 4 years or like that. Then for international funding, as I already mentioned, funding agencies NSF, National Science Foundation, USA 9.06 billion, and Horizon Europe you will get 95.5 billion, and JSPS and this from Japan you will get 297.7 yen. That's of euro. The previous one was in euro. Okay, that's all about the international funding. Then this is what I'm from, and I'm from Vice PhD Fellowship, and this is for a women candidate. They are in between the age gap of 27 and 45 years, and 3-year relaxation for SC, ST, and PH students. And they should be postgraduate in STEM. I mean, science, technology, engineering, and mathematics field. They should be unemployed. They should not have a regular job. And PhD, they should be registered for PhD, and you can't apply after 2 years of your PhD. And the fellowship benefit is the same thing, 37,000 per month plus HRA, and then 1 lakh per year for research grant. That's a huge amount for research scholars, and you can use for the travel. You can use it for buying your chemicals, etc. And you will get 50,000 here for institutional overhead, and you can work till up to 5 years. This is a very nice idea from Government of India, and this is implemented by the DST, and you will get a lot of opportunities if you are in Vice PhD Fellowship, and if you are a scientist in women in science, Vice, it is called Vice, and opportunity will be very high. You will be recognized as a Vice PhD Fellow or Women in Science stream. A person from Women in Science stream, you have more probability to get more funding, opening more doors, and you will be very familiar in the upper level.
you will get direct invitations from DST Government of India or the science and technology, other science and technology streams of government agencies. So we will be honored by having this type of fellowships, and just try for that is a very nice thing according to me. Then after having a PhD degree, you can go for international collaborations. There is a CERN, ISS, and large telescope and observation. In CERN, that there is a world's largest particle physics laboratory involving scientists from over 100 countries. That means that's a collaboration of the people from all over the world. The major discoveries, that hope you all know about the Higgs boson discovery, and this is a contribution of global collaborations. Then ISS, International Space Station. Hope you all are familiar with the coming back of the Sunita Williams, and this is a joint project of NASA of USA, Roscosmos of Russia, ESA of European Union, JXA of Japan, and CSA of China. This is a symbol of peaceful cooperation in space despite geopolitical differences in Earth. And there is a square kilometer array. This is a large telescope. This is also is a symbol of the collaboration of a lot of people from all over the world. Then science include all the type of people, all the people from all over the world. They will include the women and the young researchers. And this is a very important thing of science. In the case of youngsters, they are diverting from science education and science research. For that, there is an Inspire Fellowship, and Inspire leading students from +2 onwards to the research field. So that will add the thinking level of the youngsters to the field. For the women, we all are facing the issue of them in field out. If we are field out from at a particular age because of marriage, motherhood, and like that, and India is, the nation will lose the contribution of that part. That was a major loss. So nation has to take back that people to the research field. For that, women in science and engineering, that is WISE. This is a global initiative, and UNESCO's STEM for All scheme, WISE, is here in India. And that's why I'm here with you. And the WISE take back all the women to the field and taking their contribution to the nations. And that is the way of taking all the type of people to the science stream. Future of research, we can predict the future of research. We all know that what AI is doing now, and we don't know what AI is going to do. And some people are saying that we have to beware of AI. At the same time, the people are saying that the scientists are saying that we have to embrace AI, whatever it is, and we have to wait and see for that. And this all, I just want to say that science is unpredictable, and it is for the it's for humanity. So that's all about from my side, and thank you so much for your cooperation. Thank you. താങ്ക് യു സോ മച്ച് ജംഷീന മാം. നല്ലൊരു സെഷൻ ആയിരുന്നു അല്ലെ. അത്യാവശ്യം ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് വളരെ ഞാൻ അടുത്ത കാലത്തൊന്നും ഒരു സയൻസ് ആൻഡ് ടെക്നോളജി ഫീൽഡിൽ ഇത്രയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള, അതും കൃത്യമായിട്ട് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരികയും ചെയ്തു. അപ്പം താങ്ക് യു സോ മച്ച് ജംഷീന മാം. അപ്പം ജംഷീന മാമിന്റെ ഒരു മെന്റർഷിപ്പ് ഒക്കെ നമുക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാവും എന്ന് വിചാരിക്കാം. അപ്പം ഏതായാലും വേറൊരു കാര്യം കൂടി പറയാൻ ഉദ്ദേശിക്കുന്നത്, എന്തായാലും നിങ്ങളുടെ ഒരു ക്ഷമയ്ക്കും താങ്ക്സ് കേട്ടോ. നമുക്ക് 7 മണിക്ക് തുടങ്ങിയ പരിപാടിയാണ്. അപ്പം സോഷ്യൽ സയൻസിനും ഒരുമിച്ച് ഒരു സെഷൻ വെച്ചതുകൊണ്ട് തന്നെയാണ് കുറച്ച് പേർക്ക്, ഇപ്പം സോഷ്യൽ സയൻസിലുള്ള ആളുകളൊക്കെ ഒരുപക്ഷെ ഉണ്ടെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ സെഷൻ ഒക്കെ ചിലപ്പോൾ ഒരു കണക്ഷൻ കിട്ടാതെ ഒക്കെ ഇരിക്കുന്നുണ്ടാവും. ഏതായാലും ഇപ്പൊ നിങ്ങളുടെ അവസരമാണ്. ഏതാനും കുറച്ച് സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാനുള്ള അറിയാം. അതുകൊണ്ട് തന്നെ വളരെ ബ്രീഫായിട്ട് സോഷ്യൽ സയൻസ് റിസർച്ചിലുള്ള നിങ്ങളുടെ സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെയല്ല, എന്താണ് നിങ്ങളുടെ ഇപ്പൊ ഒരു ഫെലോഷിപ്പ് നേടിക്കൊണ്ട് ഇപ്പൊ സിജി, നിങ്ങളിപ്പോ
PG ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ PG കഴിഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ സോ ഹൗ ക്യാൻ യു അവൈൽ ദ ഫെലോഷിപ്പ് ഫ്രോം CGE, ആ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് ആ ഒരു മെന്റർഷിപ്പിന്റെ പ്രോസസ് ഒക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഞാൻ ഒന്ന് വിശദീകരിച്ചതാണ്. അപ്പൊ ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഒരു സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. അതിന് മുമ്പായിട്ട് എന്നെ ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തണമല്ലോ. ഇപ്പോ എൻ്റെ പേര് ഡോക്ടർ ഷബാബ് കാരുണ്യം. ഇപ്പോ തമിഴ്നാട്ടിലുള്ള തൃച്ചിയിലുള്ള ജമാൽ മുഹമ്മദ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഇപ്പോ ഞാൻ ഹിന്ദി ആണ് എൻ്റെ സബ്ജക്ട്. ഞാനിപ്പോ PhD കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി ഹൈദരാബാദിൽ നിന്നായിരുന്നു. അപ്പം PhD ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് UGC JRF നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. UGC JRF അതുപോലെ തന്നെ സീനിയർ റിസർച്ച് ഫെലോഷിപ്പ് വാങ്ങിക്കൊണ്ടായിരുന്നു PhD ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിനുള്ള ഇപ്പോൾ UGC JRF അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് സ്ലൈഡ് കാണുന്ന സമയത്ത് കൂടുതലായിട്ട് വിശദീകരിക്കാൻ തോന്നും. ഓക്കെ, അപ്പോൾ എന്റെ വോയിസ് ഒക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കും. ഞാൻ നേരെ എന്റെ സ്ലൈഡിലേക്ക് കിടക്കാം. There is something error with screen sharing. ഇവിടെ അഡ്മിൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ എനിക്കൊരു യു ക്യാൻ റിക്വസ്റ്റ് ഷെയറിംഗ് ഫോർ ദ മീറ്റിംഗ് എന്നാണ് പറയുന്നത്. അഡ്മിൻ ജസ്റ്റ് ഒന്ന് അപ്രൂവ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് അത് സ്ക്രീൻ ഷെയർ ചെയ്യാം. I think I can share the screen right. സോ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇവിടെ ഒരു സോഷ്യൽ സയൻസ് റിസർച്ച് ഏതൊക്കെ രൂപത്തിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് ജസ്റ്റ് പറയുന്നത്. അപ്പോ പലപ്പോഴും നമ്മൾ പറയും കേട്ടോ, ശരിക്കും ഞാനൊക്കെ PhD ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പലപ്പോഴും ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ശരിക്കും ഈ റിസർച്ച് എന്നൊക്കെ പറയുന്നത് ശരിക്കും ഒരു സയൻസ് ഫീൽഡിൽ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഒരു ടെക്നോളജി ഈ ഒരു ഫീൽഡിൽ വരേണ്ട സാധനമല്ലേ. ശരിക്കും എന്താണ് നിങ്ങളിപ്പോ ഒരു ലിറ്ററേച്ചറിൽ ഒരു എന്താണ് റിസർച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് അല്ലെങ്കിൽ ശരിക്കും എന്താണ് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ സയൻസിൽ റിസർച്ച് ചെയ്തുകൊണ്ട് എന്താണ് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്നതൊക്കെ പൊതുവായിട്ടുള്ള ഒരു എന്താ പറയാ പലപ്പോഴും കാര്യങ്ങളൊക്കെ പല ആൾക്കാർ ചോദിക്കാറോ സംശയം ചോദിക്കാറോ ഒക്കെ ഉണ്ട്. അപ്പൊ അതിനകത്ത് നിന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. വൈ റിസർച്ച് ഇൻ സോഷ്യൽ സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസ്. അപ്പോൾ നിങ്ങൾ ഇപ്പോ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഏതൊരു കാര്യത്തിലും പോലെ ശരിക്കും ഈ സയൻസ് ആൻഡ് ടെക്നോളജി ഒക്കെ പോലെ തന്നെ ഈ എത്രമാത്രം നമ്മുടെ ബാക്കിയുള്ള സബ്ജക്ട് ഇമ്പോർട്ടന്റ് ആണോ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു പോസ്റ്റ് കോവിഡ് ഇറയിലെ ഈ ഒരു ഐ തിങ്ക് ദർ ഇസ് നോ നോൺ മലയാളി സ്റ്റുഡന്റ്. ഐ ഗസ് ഐ ജസ്റ്റ് ആസ്ക്ഡ് ഇൻ ദ ചാറ്റ് ബോക്സ്. ദർ ഇസ് നോ നോൺ മലയാളി സ്റ്റുഡന്റ്, റൈറ്റ്? ഐ ക്യാൻ സ്പീക്ക് ഇൻ മലയാളം, റൈറ്റ്? So if there is anybody, please unmute your mic and please tell. Okay, I think there is no non-Malayali students. So why research in social science? ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പോൾ നിങ്ങൾ ഇനി വരാൻ പോകുന്ന ഒരു ഗവൺമെന്റിന്റെ ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസിനെ തന്നെ നമ്മൾ എന്താണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു കോവിഡ് യുഗം അല്ലെങ്കിൽ ഒരു കോവിഡ് ബ്രേക്കിന് ശേഷം വന്നിട്ടുള്ള സോഷ്യൽ ചേഞ്ചസ് എന്താണെന്നൊക്കെ പലപ്പോഴും നമ്മൾ പല വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ പറയുന്നതാണ്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എന്താണ് ഒരു ഗവൺമെന്റ് പോളിസി ആയിക്കോട്ടെ, നമ്മുടെ സോഷ്യൽ സയൻസ്, നമ്മുടെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിക്കോട്ടെ, നമ്മൾ ഏതൊക്കെ രീതിയിലുള്ള മാറ്റങ്ങളാണ് വരുത്തേണ്ടത് ഒരു വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു എംപ്ലോയീസിന്റെ ആയിക്കോട്ടെ, വേറെ സമൂഹത്തിലുള്ള ഏത് കമ്മ്യൂണിറ്റീസ് ആയിക്കോട്ടെ, അതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന പല പോളിസികൾക്ക് നമ്മൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. പല കാര്യങ്ങൾ ഇപ്പോ പ്രത്യേകിച്ച് ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ഫീൽഡുകൾ, നമുക്ക് ഏതാണോ ഏത് വിഷയമാണോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളത്, ഇപ്പോൾ ഒരു കവിത ആയിക്കോട്ടെ, ഒരു കഥ ആയിക്കോട്ടെ, അതേ സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഡാറ്റ വെച്ചൊരു ഡാറ്റ സയൻസ് പോലുള്ള സബ്ജക്റ്റുകൾ ആയിക്കോട്ടെ, എത്ര കാര്യങ്ങളുണ്ടോ അതൊക്കെ നമുക്ക് ഈ ഒരു ഇറയില് ഈ ഒരു ഈ ഒരു പോസ്റ്റ് കോവിഡ് യുഗത്തിൽ വളരെ പ്രധാനമാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇപ്പൊ ഒരു സോഷ്യൽ സയൻസിനോ അല്ലെ സയൻസിനോ മാത്രമായിട്ട് അതത് പ്യുവർ സബ്ജക്ട്സ് ആയിട്ട് നിലനിൽക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് this is the things are going multidisciplinary, okay, interdisciplinary and multidisciplinary. ഇപ്പൊ പല കാര്യങ്ങൾ ഉദാഹരണത്തിന് ഞാനിപ്പോ ഒരു എന്താ പറയാ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ശരിക്കും ആള് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നുള്ള ഒരു സബ്ജക്റ്റിലാണ് PhD ചെയ്യുന്നത്. പക്ഷെ ആള് ചെയ്തുകൊണ്ടിരിക്കുന്നത് സൈബർ പങ്കുകളെ കുറിച്ചുള്ള ഒരു സംഭവമാണ്. ഇപ്പൊ എങ്ങനെയാണ് സൈബർ പങ്കുകൾ, എങ്ങനെയാണ് ഡിജിറ്റൽ ഹ്യൂമാനിറ്റീസ് എന്നുള്ള ഒരു ടോപ്പിക്കിലാണ് ആള് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരുപാട് കാർട്ടൂൺസ്, ഇങ്ങനത്തെ ഒരുപാട് കോമിക്സ്, ഒരുപാട് കാര്യങ്ങളൊക്കെ മൾട്ടി ഡിസിപ്ലിനറി ലെവലിൽ വരുന്ന ഒരു രൂപത്തിലേക്കൊക്കെ നമുക്ക് ഏത് രൂപത്തിലാണോ റിസർച്ച് ഇൻട്രസ്റ്റ് ആ രൂപത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതുവഴി നമ്മുടെ ഒരു സമൂഹത്തിനെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്
എന്നുള്ളതാണ് വലിയൊരു ഘടകം. സോ there is scope, there are so many, there are big opportunity for the social science and humanities also. So first point is that. സോ നെക്സ്റ്റ് പോയിന്റ് ഇസ് ഇന്ത്യൻ. ഓക്കെ, വേറെ ഏതൊക്കെയാണ്, ഞാൻ വളരെ സമയം പരിമിതി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ വളരെ ചുരുക്കിയിട്ട് മാത്രമാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഹാഷിം മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്താൽ നന്നാവുമായിരുന്നു. സോ ഇന്ത്യൻ റിസർച്ച് ലാൻഡ്സ്കേപ്പ്, സാധാരണയായിട്ട് നിങ്ങൾ ഒരു സോഷ്യൽ സയൻസിലാണ് നിങ്ങൾ റിസർച്ച് ചെയ്യുന്നതെങ്കിൽ, ഇപ്പൊ വെറുതെ നമ്മളിപ്പോ സ്കൂൾ പഠിക്കുന്ന സമയത്തുള്ള എന്താ പറയാ ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ് മാത്രമല്ല കേട്ടോ, ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ നിങ്ങളിപ്പം പല വിഷയങ്ങളിൽ ഇപ്പോൾ MA ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും, മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അതേ സബ്ജക്റ്റ് പോലും അല്ല ശരിക്കും നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വേറെ തന്നെ സബ്ജക്റ്റുകളിലേക്ക് തന്നെ PhD-കളൊക്കെ മാറ്റാൻ കഴിയും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരുപക്ഷെ സയൻസിനേക്കാൾ ഒരുപക്ഷെ ടെക്നോളജിയേക്കാൾ കുറച്ചും കൂടി നല്ല ഒരു ഓപ്പൺ വിൻഡോ നമ്മൾക്കാണ് ഉള്ളത് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് ഹിസ്റ്ററിയാണ് എൻ്റെ ഒരു സബ്ജക്റ്റ് എങ്കിൽ എനിക്ക് ഹിസ്റ്ററി ആയിട്ട് അലൈഡ് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ, ഒരു പുതിയ സബ്ജക്റ്റിൽ എനിക്ക് റിസർച്ചിലേക്കൊക്കെ പോകാൻ പറ്റും എന്നുള്ളൊരു കാര്യം നമ്മൾ ഇവിടെ ഓർക്കേണ്ടതുണ്ട്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച്, ICSSR, നേരത്തെ റിഷാദ് സാർ ഒക്കെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ICSR ഒരു മെയിൻ ഫണ്ടിങ് ഒരു റെഗുലേറ്ററി അതോറിറ്റിയാണ്. അതുപോലെ തന്നെ സെന്റർ ഫോർ സ്റ്റഡീസ് ഇൻ സോഷ്യൽ സയൻസ്, കൽക്കത്ത, അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ സ്റ്റഡീസ്, ആൻഡ് there are so many research institutions, education institutions, including central universities and other premier institutions, including നമ്മളിപ്പം IITs പറയുന്നുണ്ട്, അതുപോലെ തന്നെ പല NITs-നെ കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ പലപ്പോഴും പല സ്ഥാപനങ്ങളും സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന സമയത്ത് തന്നെ അതത് സ്ഥാപനങ്ങളിൽ പോലും ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസസ് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അവിടെയൊക്കെ നമ്മൾക്ക് പോയിട്ട് നല്ല ഫെലോഷിപ്പ് വാങ്ങിയിട്ട് തന്നെ നമുക്ക് റിസർച്ച് ചെയ്യാൻ പറ്റും എന്നുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. സോ നെക്സ്റ്റ്, ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഈ സ്ലൈഡ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും പല രൂപത്തിലുള്ള, ജസ്റ്റ് ഒരു സാമ്പിൾ മാത്രം എടുത്താണ് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ആകെ ഒരു 5 ടോപ്പിക് നിങ്ങൾക്ക് കാണാം. ഈ 5 ടോപ്പിക്കാണ് നമ്മുടെ ലോകത്തിലെ ഭരിക്കുന്ന ടോപ്പിക് ഒന്നും എനിക്ക് അഭിപ്രായമേ ഇല്ല. പക്ഷേ ഇതൊരു ജസ്റ്റ് സാമ്പിൾ ആണ്. നിങ്ങൾക്ക് ഏത് വിഷയത്തിലാണ്, ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ജെൻഡർ ആൻഡ് ഗവേണൻസ്, നമുക്ക് കത്തി നിൽക്കുന്ന ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിലൊക്കെ ഉണ്ടെന്ന് സ്കോപ്പ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. എക്കണോമിക്സ്, ഹിസ്റ്ററി, എക്കണോമിക്സ്, കൾച്ചർ ആൻഡ് ഐഡന്റിറ്റി, ട്രൈബൽ സ്റ്റഡീസ്, സൂഫി നറേറ്റീവ്സ്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇന്നേറ്റ് ആയിട്ട് പല കാര്യങ്ങൾ നമുക്ക് എന്താണ് ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ. ആ ഇൻട്രസ്റ്റ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, സോഷ്യൽ സയൻസ് ആയിക്കോട്ടെ വേറെ ഏതാണെങ്കിലും ആയിക്കോട്ടെ, നമ്മളൊരു PhD സബ്ജക്ട്, നമ്മൾ ഏത് PhD ആണോ നമ്മൾ ഏതാണോ ചെയ്യാൻ വിചാരിക്കുന്നത് അതിൽ തന്നെ നമുക്ക് കണ്ടിന്യൂ, PhD ആസ് എ കോഴ്സ്, നേരത്തെ റിഷാദ് സാർ പറഞ്ഞ പോലെ PhD ഡിഗ്രി കിട്ടാനുള്ള ഒരു കോഴ്സ് നമുക്ക് ആ ഒരു PhD ആയിട്ട് റിസർച്ച് ജേർണി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാം. അതിനപ്പുറത്തേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാൻ ഒരു കണ്ടംപററി പോയട്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്ജക്റ്റിലാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ എനിക്ക് ഒരുപാട് നല്ല ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു മേഖലയാണ് ശരിക്കും ഈ മൂവീസ്, അതുപോലെ തന്നെ ശരിക്കും ഫോക്ക് ആർട്സ്, പെർഫോമിംഗ് ആർട്സ്, ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ ഒരു PhD ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് ആ രൂപത്തിൽ, ഇപ്പോൾ പ്രത്യേകിച്ച് ഫോർ എക്സാമ്പിൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പേപ്പർ ഒപ്പന എന്നുള്ള രൂപത്തിലാണ്. ഒപ്പനയ്ക്ക് വരുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ്, അത് ഞാൻ ഏത് ഭാഷയിലാണ് ചെയ്തതെന്ന് വെച്ച് ഞാൻ അത്ഭുതപ്പെടും. ശരിക്കും ഞാൻ ഹിന്ദി ഭാഷയിലാണ് ശരിക്കും കേരളത്തിലുള്ള ഒപ്പനയെ കുറിച്ച്, അല്ലെങ്കിൽ കേരളത്തിലെ മലബാറിലുള്ള ഒപ്പനയെ കുറിച്ച് ഞാൻ റിസർച്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ ആ രൂപത്തിൽ അക്രോസ് ദ ഡിസിപ്ലിൻ, അക്രോസ് ദ ലാംഗ്വേജസ്, അക്രോസ് ദ ഫീൽഡ്സ്, ഓക്കെ, വി ക്യാൻ ഡു റിസർച്ച്. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിൽ നിങ്ങൾക്ക് ഏത് ഫീൽഡിലാണോ ഇൻട്രസ്റ്റ് ഉള്ളത്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫീൽഡിൽ നിങ്ങൾക്ക് പുതുതായിട്ട് എന്തെങ്കിലും ഒരു ആശയം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും എന്നെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസ് റിസർച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. പലപ്പോഴും ഒരു ഭാഷ അല്ലെങ്കിൽ ഒരു സാഹിത്യം എന്നുള്ളതിനപ്പുറത്തേക്ക് അതിനകത്ത് നമുക്ക് നേരെ സോഷ്യൽ സയൻസിലേക്കും സയൻസിലേക്കും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സ് നമുക്ക് കണ്ടെത്താം. അതിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റും. ഏതെല്ലാം രൂപത്തിൽ ഇപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് നിറയെ ഇരിക്കുകയാണ്. അതായത് പണ്ട് രൂപത്തിലുള്ള ട്രഡീഷണൽ റിസർച്ച് മാത്രമല്ല, ഇപ്പൊ നിങ്ങൾക്കാണ് ഇവിടെ. പണ്ട് വിഷയങ്ങൾക്കൊക്കെ നമുക്ക് പറയുന്നുണ്ടായിരുന്നു ഇന്ന വിഷയങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നല്ല റിസർച്ച് നമുക്ക് പറ്റും എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് ഓരോ ഇൻഡിവിജ്വൽസിനും അവിടെ പ്രത്യേകതകളുണ്ട്. ഓരോ ഇൻഡിവിജ്വൽസിനും എന്ത് ഇന്നോവേഷൻ നടത്താൻ പറ്റും, എന്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതനുസരിച്ച് നമ്മുടെ റിസർച്ചിന്റെ സാധ്യതകളൊക്കെ മാറിക്കൊണ്ടിരിക്കും എന്നാണ് പറഞ്ഞു വരുന്നത് കേട്ടോ. ഇത് ജസ്റ്റ് ഞാൻ ഒരു സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്ന ടോപ്പിക് മാത്രമാണ്. ഇത് ഒരു ഹോട്ട് ടോപ്പിക്സ് എന്നുള്ള രൂപത്തിൽ എടുക്കാം. പക്ഷെ ഇത് മാത്രമല്ല, ഇതേപോലെയുള്ള 100 കണക്കിന് ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഒരു കറന്റ് ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, സോ
നെക്സ്റ്റ് ആയിട്ട് ഞാൻ നേരത്തെ ഫണ്ടിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ജംഷൻ മാം സയൻസ് ആൻഡ് ടെക്നോളജിന്റെ കാര്യത്തിലൊക്കെ പറഞ്ഞു. അതേപോലെ തന്നെ UGC നെറ്റ് JRF. ഓക്കെ, ഇപ്പം എല്ലാ വർഷങ്ങളിലും 2 തവണ UGC നെറ്റ് JRF എക്സാം നടത്തുന്നുണ്ട്. ശരിക്കും പണ്ടുള്ളതിനേക്കാളും കൂടുതൽ പ്രാധാന്യം ഇപ്പൊ കൂടി എന്നുള്ളതാണ് ഏറ്റവും കൂടുതലായിട്ട് പറയാൻ പറ്റുന്നത്. എന്താ പറയുക, പണ്ടേ കാലത്ത് നമുക്ക് ഫെലോഷിപ്പ് റിസർച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് പൈസ കിട്ടണം. ഒരു 31,000 രൂപ അല്ലെങ്കിൽ 37,000 രൂപ നമ്മൾ PhD ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഈ JRF എക്സാം ഒക്കെ എഴുതിയാൽ മതിയായിരുന്നു. ഓക്കെ, നെറ്റ് എക്സാം എഴുതിയാൽ മതിയായിരുന്നു ഒരു കാലത്ത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈവൻ PhD അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു നെറ്റ് കിട്ടണം എന്നുള്ള രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞു. കിട്ടിക്കഴിഞ്ഞാൽ എന്തൊരു സുഖമാണെന്ന് ആലോചിച്ച് നോക്കാം. ഒരു മാസം നിങ്ങൾക്ക് ജസ്റ്റ് ജൂനിയർ റിസർച്ച് ഫെലോ ആയിട്ട് വരുമ്പോഴേക്ക് നിങ്ങൾക്ക് 37,000 രൂപ നിങ്ങളെ പോക്കറ്റിലേക്ക് ഇട്ട് തരിക. അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് നേരത്തെ ജംഷൻ നമുക്ക് പറഞ്ഞ പോലെ HRA ആയിട്ട് വേറെ നിങ്ങൾക്ക് ക്യാഷ് തരികയാണ്. നിങ്ങളുടെ ഏത് സിറ്റിയിലാണോ നിങ്ങൾ താമസിക്കുന്നത് നിങ്ങൾക്ക് ഹൗസ് റെന്റ് നിങ്ങൾ അടയ്ക്കേണ്ടതില്ല. നിങ്ങൾ ഗവൺമെന്റ് അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ അക്കാദമിക് കാര്യങ്ങളൊക്കെ വാങ്ങാൻ റിസോഴ്സസ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കോണ്ടിജൻസി ആയിട്ടുള്ള എലമെന്റ്സ് വേറെ രൂപത്തിൽ തരും. പിന്നെ പല തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പം വേറൊരു പേപ്പർ നിങ്ങളുടെ ഒരു പേപ്പർ റിസർച്ച് പേപ്പർ നിങ്ങൾ പുറത്തുള്ള യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി ചെയ്യണമെങ്കിൽ നിങ്ങൾ ഓരോ കുട്ടിക്കും വേണ്ടി ഏകദേശം 1 ലക്ഷത്തോളം രൂപ വരുന്നൊരു എന്താ പറയാ ഫണ്ടിങ് കാര്യങ്ങളൊക്കെ പല യൂണിവേഴ്സിറ്റീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ആള് കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ എന്നുള്ള ടോപ്പിക്കിലാണ് തുർക്കിയിൽ പോയിട്ട് ഒരു പേപ്പർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഫ്രണ്ട് വാങ്ങിയിട്ടുള്ള ഒരു തുക എന്ന് പറഞ്ഞാൽ 80,000 രൂപ ഒരു വർഷത്തേക്ക് അല്ലെ ആ സ്റ്റുഡന്റിന് വേണ്ടി യൂണിവേഴ്സിറ്റി നീക്കി വെച്ചിട്ടുള്ളതാണ് ആ ജസ്റ്റ് ഒരു പേപ്പർ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതേപോലുള്ള കുറെ ഫണ്ടിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് വേണ്ടിയിട്ട് ICHR, ഇന്ത്യൻ കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച്, ഇന്ത്യൻ കൗൺസിൽ ഫോർ ഫിലോസഫിക്കൽ റിസർച്ച്, ഈ രൂപത്തിൽ ഒരുപാട് ഇപ്പൊ വെറുതെ സാമ്പിൾ മാത്രം കാണിച്ചാണ്. ഇതേപോലെ നിങ്ങൾക്ക് പല സബ്ജക്റ്റുകൾക്കും പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിങ്ങൾക്കുണ്ട്, പല അതോറിറ്റീസ് നിങ്ങൾക്കുണ്ട്. ഈവൻ നിങ്ങൾക്ക് UGC നെറ്റും JRF കിട്ടിയിട്ടില്ലെങ്കിൽ പോലും നിങ്ങളുടെ റിസർച്ചിന്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പല അതോറിറ്റീസും പ്രൈവറ്റ് ഏജൻസികൾ പോലും നിങ്ങൾക്ക് റിസർച്ചിന് ഫണ്ട് തരും എന്നുള്ളതാണ്. CPRG സോഷ്യൽ സയൻസ് റിസർച്ച് ഗ്രാന്റ്. ഇപ്പോ ഇത് നിങ്ങൾക്ക് ഒരു വലിയൊരു PhD പ്രോസസ്സിലേക്കൊന്നും പോകാൻ താല്പര്യമില്ല, നിങ്ങൾക്ക് ചെറിയ ചെറിയ പഠനങ്ങൾ നടത്താൻ താല്പര്യമുണ്ട്, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്, ഗവൺമെന്റ് പോളിസീസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ പോളിസീസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ട്, ആ രൂപത്തിൽ 6 മാസങ്ങൾക്ക് വരെയുള്ള 1 വർഷങ്ങൾക്ക് വരെയുള്ള ഫെലോഷിപ്സ് നിങ്ങൾക്ക് വേറെ അവൈലബിൾ ആയിട്ടുണ്ടാവും. AIIS ഫെലോഷിപ്പ്, അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്റ്റഡീസ്, അമേരിക്കയിലുള്ള സർവകലാശാലകളിൽ പോയിട്ട് നിങ്ങൾക്ക് ഇന്ത്യയെ കുറിച്ച് പഠനം നടത്താം. ഓക്കെ, ഇന്ത്യന്റെ സോഷ്യൽ സ്റ്റാറ്റസിനെ കുറിച്ചും എന്ത് രൂപത്തിലുള്ള പഠനങ്ങൾ നടത്താൻ പറ്റും. സെലക്ടഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു തുക നിങ്ങൾക്ക് ഫെലോഷിപ്പ് ആയിട്ട് സോഷ്യൽ സയൻസ് റിസർച്ചിലെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സംഭവം രസമല്ലേ അല്ലേ? ടാറ്റ ട്രസ്റ്റ് ആൻഡ് ബ്രിട്ടീഷ് കൗൺസിൽ പല രൂപത്തിൽ ലാംഗ്വേജ് പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും ബാക്കിയുള്ള സോഷ്യൽ സയൻസ് കാര്യങ്ങൾ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലുള്ള ഫണ്ടിങ് ഏജൻസീസ് ഉണ്ട്. നേരത്തെ റിഷാദ് സാർ പറഞ്ഞ പോലെയുള്ള ജനറൽ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇറാസ്മസ് മുണ്ടസ്, ഫുൾ ബ്രൈറ്റ് ഫെലോഷിപ്പ്, ഈ രൂപത്തിലുള്ള ഒരുപാട് ഫെലോഷിപ്സ് കാര്യങ്ങൾ, റോഡ് സ്കോളർഷിപ്പ്, ഷേണിംഗ് സ്കോളർഷിപ്പ്, ഈ രൂപത്തിലുള്ള ഫെലോഷിപ്സ് ഒക്കെ നമുക്ക് ഒരുപാട് നേടിയെടുക്കാനായിട്ട് പറ്റും. ഇതെല്ലാം കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ചോദ്യം അവിടെ കിടക്കുന്നുണ്ട് അല്ലെ? എന്താ ചെയ്യാൻ നോക്കാം. ഹൗ ടു ആക്സസ് ദീസ് ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളതാണ് അടുത്തതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ചോദ്യം. അപ്ലിക്കേഷൻ കോൾസ്. നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണോ നമ്മൾ റിസർച്ച് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിന്റെ വെബ്സൈറ്റ് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, നോട്ടിഫിക്കേഷൻസ് ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക, അവിടുത്തെ ഒരു റിസർച്ചിന്റെ അഡ്മിഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ഒരു റിസർച്ച് പ്രൊപ്പോസൽ ഉണ്ടായിരിക്കണം എന്നുള്ള, നിങ്ങൾ ഏത് വിഷയത്തിലാണ് നിങ്ങൾ റിസർച്ച് ചെയ്യാൻ പോകുന്നത്, അതിന്റെ റെലവൻസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ആദ്യം ഒരു ഉൾക്കാഴ്ച ഉണ്ടാവണം. അത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസ് വരുന്ന സമയത്ത് നിങ്ങളുടെ പ്രൊപ്പോസൽ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ദെൻ നെറ്റ്വർക്കിംഗ്, നല്ല രൂപത്തിലുള്ള നല്ല നെറ്റ്വർക്കിംഗ് കൊളാബറേഷൻ, നിങ്ങൾക്ക് നല്ല യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഒരുപാട് കോൺഫറൻസുകളൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടും ഒരുപാട് വർക്ക്ഷോപ്പ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടൊക്കെ നിങ്ങൾക്ക് നല്ല നെറ്റ്വർക്കുകൾ ഉണ്ടാകുന്നതോട് കൂടിയിട്ട് നല്ല ഫെലോഷിപ്സിനെ കുറിച്ചും നല്ല ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും നിങ്ങൾക്ക് അറിവുകൾ ലഭിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും നല്ല രൂപത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റും. ഒരുപാട് ICSSR പറഞ്ഞു, ഇന്ത്യൻ കൗൺസിൽ ഫോർ സോഷ്യൽ സയൻസ് റിസർച്ച്. ഓക്കെ, അതിന്റെയൊക്കെ നല്ല NASS ഡോക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോർട്ടൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് നല്ല റിസർച്ച് റൈറ്റിംഗ്സ് ഒക്കെ നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ സബ്ജക്റ്റുമായിട്ട്
ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പേപ്പേഴ്സ് സിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് കുറച്ച് എന്താ സിമിലർ ആയിട്ടുള്ള കുറെ പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി നിങ്ങളുടെ സബ്ജക്ട് ഡീപ്പ് ആക്കാനും നിങ്ങളുടെ സ്റ്റഡീസ് ഡീപ്പ് ആക്കാനൊക്കെ പറ്റും. അപ്പൊ ഈ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ്. സോ റിയൽ വേൾഡ് ഇൻ റിസർച്ച് ചേഞ്ചിങ് ഇൻ ഇന്ത്യ. ഇപ്പൊ ഇന്ത്യൻ നേരത്തെ റിഷാദ് സാർ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. സോ നമുക്ക് ജെൻഡർ പോളിസീസ്, അർബൻ പ്ലാനിങ്, ഫിനാൻഷ്യൽ റിഫോംസ്, ഹെറിറ്റേജ് പ്രിസർവേഷൻ, ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് ഈ ഒരു റിസർച്ചിനെ, നമ്മുടേതായിട്ടുള്ള റിസർച്ചിനെ നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. ദെൻ കരിയർ പാത്വേ ത്രൂ റിസർച്ച്. നമുക്ക് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ഇന്റർനാഷണൽ കൊളാബറേഷൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പല തരത്തിലുള്ള ഇപ്പൊ ഒരുപാട് റിസർച്ച് ഓർഗനൈസേഷൻ തന്നെ ഉണ്ട്. ഇപ്പൊ സിജിയുടെ തന്നെ ഒരു പ്രൊജക്ട് ആയിട്ടുള്ള റിസർച്ച് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഇപ്പം സ്റ്റാർട്ടായി. ഇപ്പൊ നല്ല രീതിയിൽ റിസർച്ചേഴ്സിന് മാത്രമായിട്ടുള്ള ഒരു ഇന്റർനാഷണൽ കൊളാബറേഷൻസ് ആയിട്ട് പല ഭാഗത്തു നിന്നുള്ള പല വേൾഡിലുള്ള പല ഭാഗങ്ങളിലുള്ള റിസർച്ചേഴ്സ് ഒക്കെ ഒരുമിച്ചുള്ള ഒരു കൂട്ടായ്മയായിട്ട്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഇപ്പൊ കെമിസ്ട്രി ആണ് നിങ്ങളുടെ സബ്ജക്ട് എങ്കിൽ നിങ്ങൾക്ക് ഹൈഡ്രോ കെമിസ്ട്രി ഉണ്ടാവും, ഫിസിക്കൽ കെമിസ്ട്രി ഉണ്ടാവും, വേറെ ഒരുപാട് തരത്തിൽ ഓർഗാനിക് കെമിസ്ട്രി പോലുള്ള സബ്ജക്റ്റുകൾ. ഓരോ ഏരിയകൾക്കായിട്ട് നിങ്ങൾക്ക് പല ഗ്രൂപ്പുകളെയും കമ്മ്യൂണിറ്റികളെയൊക്കെ കാണാൻ പറ്റും. ആ രൂപത്തിൽ നിങ്ങൾ റിസർച്ച് കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. സോ ടിപ്സ് ഫോർ ആസ്പയറിംഗ് റിസർച്ചേഴ്സ് എന്നുള്ളതാണ്. ഐഡന്റിഫൈ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ക്വാളിറ്റി നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഏതാണ് നിങ്ങളുടെ ഒരു ക്വാളിറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ ക്രാഫ്റ്റ് സ്ട്രോങ് പ്രൊപ്പോസൽ. നല്ലൊരു പ്രൊപ്പോസൽ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. നല്ല മെന്റർഷിപ്പ് വളരെ പ്രധാനമായിട്ടൊരു കാര്യമാണ് കേട്ടോ. കൃത്യമായിട്ടൊരു മെന്റർ നിങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊഫസർ ആയിക്കോട്ടെ, അല്ലെ ഈ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരാളെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് നമ്മളൊരു ഏരിയ നമ്മൾ കുറച്ചും കൂടി നല്ല രൂപത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നമുക്ക് പ്രത്യേകം മനസ്സിലാക്കാനായിട്ട് പറ്റും. ദെൻ പബ്ലിഷ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് എന്നുള്ളൊരു സാധനമുണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മുടേതായിട്ടുള്ള ഒരു ഇന്നോവേഷൻ നമുക്ക് ഉണ്ട് എന്നുള്ളത് വിശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് അതിന് നല്ല ജേർണൽസ് എല്ലാം കണ്ടെത്തിയിട്ട് നമുക്ക് അത് പഠിക്കുകയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാം എന്നുള്ളതാണ്. ദെൻ ഇപ്പോ നമുക്കൊരു റിസർച്ച് ജേർണി നമുക്കിവിടെ ജസ്റ്റ് സ്റ്റാർട്ട് ആവുകയാണ്. ഒന്ന് ഓടിച്ച് ഞാനൊരു 10-15 മിനിറ്റ് കൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് കേട്ടോ. ഇനിയാണ് നമ്മളൊരു പ്രധാനമായിട്ട് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിന്റെ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള ഒരു സെഷനിലേക്ക് നമ്മൾ പോകാൻ പോകുന്നത്. ഇവിടെ എത്ര ആൾക്കാര് ജസ്റ്റ് ഒന്ന് ചോദിക്കാം, നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രൂപത്തിൽ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാം. ഇവിടെ എത്ര ആൾക്കാർ സീരിയസ്ലി UGC നെറ്റ് ആൻഡ് JRF ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്? ഓൾറെഡി നെറ്റ് ക്വാളിഫൈ ചെയ്ത ആൾക്കാരുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ JRFിലേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന എത്ര ആൾക്കാരുണ്ടാവും? KIC ദോഹ ഒരുപാട് ആൾക്കാർ നമുക്ക് ഈ കൂട്ടത്തിലുണ്ട്. ഓക്കെ, ജാഫർ സാർ ഉണ്ട്, ഹിബ, ഒരുപാട് ആൾക്കാർ. യെസ്. അപ്പോൾ എനിക്കറിയാം ഒരുപാട് ആൾക്കാർ കാര്യമായിട്ട് ഈ ഒരു ഫെലോഷിപ്പ് CRF എന്താണെന്നുള്ള കാര്യങ്ങൾ കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് ഉള്ളത് അറിയാം, മനസ്സിലാക്കുന്നു. അപ്പോ CG നിങ്ങൾക്ക് എന്താണ് സോഷ്യൽ സയൻസ് ഹ്യൂമാനിറ്റീസിലുള്ള റിസർച്ച് ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ നെക്സ്റ്റ് ആയിട്ടുള്ള ആ ഒരു CRF എന്നുള്ള ഒരു കാര്യത്തിന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ പോവാം. ശരിക്കും നിങ്ങൾ ചിലപ്പോൾ കേരളത്തിലോ അല്ലെങ്കിൽ വേറെ എവിടെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. നമ്മൾ പലപ്പോഴും റിസർച്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഇതൊക്കെ വേണ്ടി നമ്മളുടെ ഒരു കയ്യിൽ നിന്നൊക്കെ പൈസ ചിലപ്പോൾ അങ്ങോട്ട് ചെലവാകുന്നു, അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് എന്താ പറയാ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ തേടി പോവാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് വലിയ ചെലവൊന്നുമില്ല. അത് ആസ് എ സർവീസ് ഇവിടെ കുറച്ച് മെന്റേഴ്സ് എല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ സബ്ജക്റ്റിന് വേണ്ടി റെഡി ആയി നിൽക്കുകയാണ്. ഒന്നാമത്തെ കാര്യം ഞാൻ റിസർച്ച് ഫെലോഷിപ്പിനെ കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. If you are just seriously trying to do your higher studies in research or in നിങ്ങൾക്ക് ആ രൂപത്തിലുള്ള ഏതെങ്കിലും നല്ലൊരു ടോപ്പിക്കും കാര്യങ്ങളും നല്ലൊരു ഐഡിയ ബേസ്ഡ് നമുക്കൊരു ഐഡിയ എന്നുള്ളതിനേക്കാൾ നല്ലൊരു പാഷൻ നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിലേക്കൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ, ഉള്ളിൽ ഒരു ചെറിയൊരു കത്തലുണ്ടെങ്കിൽ, വി ആർ റെഡി ടു ഹെൽപ്പ് യു. അപ്പൊ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നമ്മൾ ഇവിടെ പറയുന്നത് പറഞ്ഞാല് ആദ്യം തന്നെ നിങ്ങളുടെ അതിനൊരു ചവിട്ടുപടി അറിയാണെങ്കിൽ, നിങ്ങൾ ഇപ്പൊ ഈ റിസർച്ച് ആയിക്കോട്ടെ ഏത് രൂപത്തിലായിക്കോട്ടെ, നിങ്ങൾ ആദ്യം തന്നെ UGC നെറ്റ് അല്ലെങ്കിൽ JRFിലേക്ക് നിങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് അതിന്റെ സ്വാഭാവികമായിട്ട്. അത് കിട്ടുന്നതോടുകൂടി തന്നെ നമുക്ക് അടുത്തൊരു ലക്ഷ്യമായിട്ട് നമുക്ക് നല്ലൊരു റിസർച്ച് നല്ലൊരു സ്ഥാപനത്തിലൊക്കെ നമുക്ക് കയറാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ CG ചെയ്യുന്നത് ജസ്റ്റ് ഒരു കാര്യം വിശദീകരിക്കുകയാണ്. ഇവിടെ മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട്, സയൻസ് സ്റ്റുഡൻസ് ഉണ്ട്, ഹ്യൂമാനിറ്റീസ് ആൻഡ് കൊമേഴ്സ്, സോഷ്യൽ സയൻസ് എല്ലാ സ്റ്റുഡൻസും ഉണ്ട്. അപ്പോ ഈ കൂടിയിരിക്കുന്ന ആൾക്കാരും അതേപോലെ തന്നെ ഇത് കൂടിയിരിക്കുന്ന ആൾക്കാരും നിങ്ങളുടെ ഫ്രണ്ട്സിൽ നിന്നെല്ലാം
നമ്മൾ കുറച്ച് ആളുകളെ സെലക്ട് ചെയ്യാൻ പോവാണ്. ഏറ്റവും നന്നായിട്ട് പാഷനേറ്റ് ആയിട്ടുള്ള ആരാണ് ഇപ്പോൾ UGC നെറ്റിനും JRF-നും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു PhD പ്ലാൻ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊരു ചെറിയൊരു സ്ക്രീനിങ് പ്രോസസ് ഒക്കെ നടത്തിക്കൊണ്ട് നമ്മൾ അവർക്ക് ഫണ്ട് ചെയ്യാൻ പോവാം. ഓക്കെ, അങ്ങോട്ട് സാധാരണ ഇല്ല ഇവിടെയാണ് നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കില്ല. പക്ഷെ ഇവിടെ നമുക്ക് നല്ല ഇഫ് യു ആർ പാഷനേറ്റ് ആൻഡ് ഇഫ് യു ഹാവ് ദാറ്റ് സ്കിൽ ആൻഡ് യു ഹാവ് ദ ബേസിക്സ്, ഓക്കെ, അപ്പം നമ്മൾ CG അവിടെ ഫണ്ട് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ ആദ്യമായിട്ട് അതിന്റെ ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ സയൻസ് നമ്മൾ ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടാണ് കേട്ടോ. സോഷ്യൽ സയൻസുകാർക്ക് മാത്രമല്ല, സയൻസുകാർക്ക് മാത്രമല്ല, ലാംഗ്വേജുകാർക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ട്. നല്ല കഴിവുള്ള ഏറ്റവും ഡെസറിങ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ ഫണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് പറയുകയാണെങ്കിൽ നമ്മളൊരു ചെറിയ സ്ക്രീനിങ് ടെസ്റ്റ് കാര്യങ്ങൾ, ഓൺലൈൻ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഏകദേശം ഒരു UGC നെറ്റിന്റെ ഒരു മോഡലായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ, UGC നെറ്റ് ആൻഡ് CSIR നെറ്റ് ഓൾസോ. ഓക്കെ, അപ്പൊ ആ ഒരു രൂപത്തിലുള്ള ബേസിക് നിങ്ങളുടെ സ്കില്ല് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് നമ്മൾ നടത്തും. അപ്പോൾ അതിന്റെ മേലെ നിങ്ങൾക്ക് എന്താ പറയാ നല്ലൊരു പ്രപ്പോസൽ കൂടി നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ഏതാനും പേര് ഏറ്റവും ഒരു നിശ്ചിത കട്ട് ഓഫിന്റെ മുകളിലേക്ക് നിങ്ങൾക്ക് ഫെലോഷിപ്പ് മാർക്കുകൾ നിങ്ങൾക്ക് കിട്ടിയ ആൾക്കാരുണ്ടെങ്കിൽ വി വിൽ കോൾ യു ഫോർ ദ ഇന്റർവ്യൂ. ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു രൂപത്തിലുള്ള ഒരു കഴിവുണ്ട്, ഞങ്ങൾ ആ ഇന്റർവ്യൂ കൂടെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് റിസർച്ച് പ്രപ്പോസൽ ഉണ്ടാക്കി വരിക എന്നുള്ളത് ആ സമയത്തേക്ക്. ഇപ്പൊ ഞാൻ ഏകദേശം ഡേറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാം. അത് ഇപ്പൊ ഒരു ഇപ്പോ നിങ്ങൾക്കൊരു ടൈം ലൈൻ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സെപ്റ്റംബർ 12 നിങ്ങൾക്ക് CRF CG റിസർച്ച് ഫെലോഷിപ്പിന് അപ്ലൈ ചെയ്യാനുള്ള ഒരു ലാസ്റ്റ് ഡേറ്റ് ആണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു സെപ്റ്റംബർ 14 നിങ്ങൾക്കൊരു ഓൺലൈൻ എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ കൂടെ നിങ്ങൾ 21 നിങ്ങൾക്ക് അത് ആ ഒരു എക്സാമിൽ റിസൾട്ട് കാര്യങ്ങൾ വെച്ചിട്ട് നിശ്ചിത കട്ട് ഓഫിന് മേലുള്ള ആൾക്കാരെ നിങ്ങളെ ഇന്റർവ്യൂവിന് വിളിക്കുകയും നല്ല ഒരു പ്രൊപ്പോസൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രൂപത്തിൽ അത് പ്രസന്റ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു UGC നെറ്റും JRF-ഉം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോവുകയാണോ, നിങ്ങൾ എന്തെങ്കിലും ഫീസ് അടച്ചിട്ട് നിങ്ങൾ പഠിക്കുകയാണോ, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളൊരു വിഷയമല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് വേണമെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യാനൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾ ഡിസർവിങ് ആയിട്ടുള്ളത്, എത്ര തുകയാണോ നിങ്ങൾ ഡിസർവിങ് ആയിട്ടുള്ളത്, അത് CG ഫണ്ട് ചെയ്യുന്നു, നിങ്ങൾ CG ഏറ്റെടുക്കുന്നു ആ നെറ്റും JRF കിട്ടുന്നത് വരെ എന്നുള്ളതാണ്. അപ്പോൾ ആ രൂപത്തിൽ നിങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ ഓർത്തു വെക്കുക. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഈ ഒരു വിവരം എത്തിക്കുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഇതൊന്നുമല്ല, ഇതൊരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനുശേഷം നമുക്ക് ഒരു സെപ്റ്റംബർ 25 കൂടി നമ്മൾ റിസൾട്ട് കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യും. ഇപ്പൊ ഏതാനും സ്റ്റുഡൻസിന് നമുക്ക് നല്ല ഫണ്ടിങ്ങോട് കൂടി തന്നെ UGC നെറ്റ് JRF ഒക്കെ ഉള്ള കാര്യങ്ങളിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു വഴി നമ്മൾ ഒരുക്കും, ഫണ്ടിങ് നമ്മൾ ചെയ്യും. അതില്ലെങ്കിൽ പോലും ഇഫ് യു ആർ സീരിയസ്ലി ലുക്കിംഗ് ഫോർ റിസർച്ച്, ഇഫ് യു ആർ സീരിയസ്ലി ട്രൈയിങ് ഫോർ PhD അഡ്മിഷൻസ് ആണോ, ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഏറ്റവും നല്ല മെന്റേഴ്സിനെ ഞങ്ങൾ ഒരുക്കി തരും. ഇപ്പോൾ നിങ്ങൾ ഓരോ സബ്ജക്ട് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ഡാറ്റ സയൻസ് അല്ലെങ്കിൽ എക്കണോമിക്സ് എന്നുള്ളൊരു ബേസിക് കമ്മ്യൂണിറ്റി എന്നുള്ള ആളാണെങ്കിൽ എക്കണോമിക്സ് നല്ല സജീവമായിട്ട് ബന്ധപ്പെട്ട കൊളാബറേഷനിലുള്ള ഏറ്റവും നാഷണൽ ലെവലിലോ ഇന്റർനാഷണൽ ലെവലിലോ നിങ്ങൾക്ക് ഏറ്റവും നല്ല മെന്റേഴ്സിനെ നിങ്ങളെ മെന്റർ ചെയ്യാനായിട്ട് ഞങ്ങൾ ഒരുക്കി തരും. ഓക്കെ, അവരോട് നിങ്ങൾക്ക് സംശയം ചോദിക്കാം, ഏതൊക്കെയാണ് നമ്മൾ ഈ ഒരു കറണ്ട് റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾക്ക് ഉള്ളത്. ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നമുക്ക് ഈ പറഞ്ഞ കൂട്ടത്തിൽ ഒരേപോലെയുള്ള ഏരിയയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. അത് ബേസ് ചെയ്തിട്ട് നമ്മൾ സബ്ജക്ട് ബേസ്ഡ് ആയിട്ടുള്ള റിസർച്ച് കമ്മ്യൂണിറ്റീസ് നമ്മൾ ഉണ്ടാക്കും. നമ്മൾ ഓൾമോസ്റ്റ് ലക്ഷ്യം നോളജ് മിഷൻ, അതായത് സെന്റർ ഫോർ എക്സലൻസ് ഇൻ എഡ്യൂക്കേഷൻ എന്നുള്ള ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഓവറോൾ ലക്ഷ്യം എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല ക്വാളിറ്റി റിസർച്ചേഴ്സിനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഏറ്റവും നല്ല ക്വാളിറ്റി റിസർച്ചേഴ്സ് ഉണ്ടാക്കുക, ഓൾറെഡി നമ്മളെ കയ്യിൽ ഒരുപാട് നല്ല റിസർച്ചേഴ്സും നല്ല സ്കോളേഴ്സും നമ്മൾക്കുണ്ട്. അപ്പൊ അവരുടെ കൂടി ഒരു മെന്റർഷിപ്പിൽ നല്ലൊരു നോളജ് സൊസൈറ്റിയെ നമ്മൾ വളർത്തിയെടുക്കുക, നല്ല ഒരുപാട് റിസർച്ച് സ്കോളേഴ്സിനെയൊക്കെ നമ്മൾക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മളൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ കണ്ടു, പ്രൊവൈഡിങ് മെന്റേഴ്സ് വിൽ ബി മോർ ബെനിഫിഷ്യൽ. അപ്പോൾ അത് എല്ലാവർക്കും, അത് ഫണ്ടിങ് എന്നുള്ളത് മാത്രമല്ല, ബാക്കിയുള്ള ആളുകൾ കുറച്ചുകൂടി നല്ലൊരു സീരിയസ്ലി നമ്മൾ ട്രൈ ചെയ്യുന്ന ആൾക്കാർക്ക് കൂടി നല്ലൊരു കമ്മ്യൂണിറ്റീസ് നമുക്ക് ഉണ്ടാക്കും. നമ്മളെ മെന്റേഴ്സിന്റെ സേവനം നമ്മൾ ഉപയോഗപ്പെടുത്തും എന്നുള്ളതാണ്. നല്ല റിസർച്ച് കമ്മ്യൂണിറ്റീസ് നമ്മൾക്ക് ഉണ്ടാക്കാം. ഇതൊക്കെ ഒരു സർവീസ് ആണ് കേട്ടോ. പലപ്പോഴും നമ്മൾ ചിലപ്പോൾ പല കമ്പനീസ് കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ടാവും, ഇത്ര ഫീസ് അടച്ചു കഴിഞ്ഞാൽ മെന്ററുടെ സേവനം. ആ രൂപത്തിലൊന്നല്ല. CG ഈസ് എ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ. അപ്പോൾ ഒരു ലാഭത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയല്ല എന്നുള്ളതാണ്
അപ്പോ ബാക്കി എന്തെങ്കിലും തരത്തിലുള്ള എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, നോമിനൽ ആയിട്ടുള്ള എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ തന്നെ അതിൽ വരാൻ സാധ്യതയുള്ളൂ. സോ ഈ ഒരു ഫണ്ടിങ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് PG സ്റ്റുഡൻസ് അല്ലെങ്കിൽ ആ ഒരു കൃത്യമായിട്ടൊരു ബ്രോഷർ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അത് ഉണ്ടാവും. ഈ റിസർച്ച് കമ്മ്യൂണിറ്റീസ് എന്നുള്ളത് ഇപ്പോൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും ഈ ഒരു മെന്റർഷിപ്പ് ഒക്കെ എല്ലാവർക്കും ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ താങ്ക് യു ഹനീഫ. റിസർച്ച് കമ്മ്യൂണിറ്റി ഇസ് എ ഗുഡ് ഐഡിയ. വി ആർ ലുക്കിംഗ് ഫോർ ദാറ്റ്. സോ സർ, ഹൗ ടു രജിസ്റ്റർ ഫോർ ദിസ്? ഓക്കെ, അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് പറയുകയാണെങ്കിൽ നമുക്ക് ബ്രോഷർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിലേക്ക് തന്നെ വരും. ഈ ഗ്രൂപ്പിൽ നിങ്ങൾ സ്റ്റേ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ ഈ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വരും. 12-ാം തീയതിനുള്ളിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ, നിങ്ങൾക്ക് നാളത്തെ ഫ്രം ദ നെക്സ്റ്റ് ഡേ ഇറ്റ് സെൽഫ്, ഓക്കെ, യു ക്യാൻ അപ്ലൈ ഫോർ ദ CRF. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരെ കൂടി നമുക്ക്, നിങ്ങളുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഫണ്ട് വേണോ ഫണ്ട് വേണ്ടേ, അല്ലെ നെറ്റിന് പ്രിപ്പയർ ചെയ്യാൻ പൈസ വേണോ എന്നുള്ളത് വേറെ വിഷയം. സീരിയസ്ലി റിസർച്ചിലേക്ക് താല്പര്യമുള്ള ആൾക്കാരാണ് നിങ്ങളെ കൂടി, അവരെ കൂടി ഈ കാര്യങ്ങൾ അപ്ലൈ ചെയ്യിപ്പിക്കുക, ഈ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യിപ്പിക്കുക, നല്ലൊരു റിസർച്ച് കമ്മ്യൂണിറ്റീസ് ആയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ്. ഹൗ ടു ഗെറ്റ് മെന്റേഴ്സ് എന്നുള്ളത് നല്ലൊരു ചോദ്യമാണ്. സിജിക്ക് തന്നെ ഒരു ഇന്റർനാഷണലി എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരുപാട് നല്ല എക്സ്പോഷർ ഉള്ള, ഈവൻ സിജിയിൽ ഇപ്പോ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ, ഹാർവർഡ് യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഫസർ എൻ്റെ ഒരു കോണ്ടാക്ട് തന്നെ സിജിക്കാരനായിട്ടുള്ളത് തന്നെയുണ്ട്. ഫോർ എക്സാമ്പിൾ മാത്രം പറഞ്ഞാൽ കേട്ടോ, ഇതേപോലെ പല രാജ്യങ്ങളിൽ നമ്മൾ വോളണ്ടറി ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരെ അസിസ്റ്റ് ചെയ്യാൻ, നമ്മളെ പേഴ്സണലി അസിസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരെ സിജിയുടെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പൊ അവരെ സോർട്ട് ഔട്ട് ചെയ്തിട്ട് അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോഗ്രാം കാര്യങ്ങളൊക്കെ നടത്തുന്നത് എന്നുള്ളതാണ്. ഹൗ ടു റീച്ച് സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റി ടു ഗെറ്റ് മെന്റേഴ്സ്. അപ്പോൾ നിങ്ങൾ ഇഫ് യു ആർ സീരിയസ്ലി ഇൻ ടു ദാറ്റ്, യു വിൽ ഗെറ്റ് ദ അപ്ഡേറ്റ്സ്. ഓക്കെ, so it is available for already for doing SRH and systems to get fellowships. സോ കറന്റ് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് പറഞ്ഞാൽ മെന്റർഷിപ്പ് നമുക്ക് അവൈലബിൾ ആക്കാൻ പറ്റും. ഈ ഒരു CRF എന്നുള്ളൊരു കാര്യം നമ്മൾ ബേസിക്കലി ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് എന്താ പറയാ, നെറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നെറ്റിന്റെ കോച്ചിങ്ങിന് പോകണമെങ്കിൽ അത് ആ രൂപത്തിലുള്ളൊരു ഫണ്ടിങ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇൻ ദ ഫ്യൂച്ചർ, ഇൻ ദ നിയർ ഫ്യൂച്ചർ, ഓക്കെ, ഇപ്പം ഫെലോഷിപ്പിനെല്ലാം ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ ഉണ്ട്. ഇപ്പൊ UGC നെറ്റ് ചേർന്ന് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതിനൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നിയർ ഫ്യൂച്ചറിൽ നമ്മളെ പ്ലാനിൽ എല്ലാം ഉണ്ട്. ഓക്കെ, ആസ് എ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ ഈ ഒരു ഫണ്ടിങ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ കൂടുതലായിട്ട് കൃത്യമായിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് ഒക്കെ നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് വരും. ഏതായാലും ഗ്രൂപ്പിൽ നിങ്ങൾ മെമ്പേഴ്സ് ആയിട്ട് നിങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾക്ക് ഒരു റിസർച്ച് ആസ്പിറൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഒരു മെന്റർഷിപ്പ് എന്നുള്ള രൂപത്തിലേക്കെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് കടന്നു വരാനായിട്ട് പറ്റും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ ഇസ് ദർ എനി ഏജ് ലിമിറ്റ്? ഓക്കെ, അപ്പോൾ അതിനുള്ള കൃത്യമായിട്ടുള്ള ധാരണ നമുക്ക് പറയാം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ക്രൈറ്റീരിയ. ശരി, ആ ഒരു നെറ്റിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്കോളർഷിപ്പ് കാര്യങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ ചില മാനദണ്ഡങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതല്ലാതെ റിസർച്ചിനുള്ള സപ്പോർട്ടൊക്കെ എല്ലാവർക്കും കൊടുക്കുന്ന രൂപത്തിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ടൈം ഈസ് ഓൾമോസ്റ്റ് 8:58. ഓക്കെ, നമ്മൾ ടൈം ബൗണ്ടഡ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കാം എന്ന് വിചാരിച്ചതായിരുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ടുള്ള യാത്രകളിൽ എല്ലാവരും ഗ്രൂപ്പിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് നേരെ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാമെന്ന് തോന്നുന്നു. സർ, ഇതിപ്പം എക്സാമും ഇന്റർവ്യൂസ് ഒക്കെ എങ്ങനെയാ, ഓൺലൈനിലോ ഓഫ്ലൈനിലാണോ? യെസ്, എക്സാം ഉണ്ടാവുക എന്ന് പറയുന്നത് ഓൺലൈൻ എക്സാം ആയിരിക്കും. അതിനുശേഷം നിശ്ചിത കട്ട് ഓഫിന്റെ മുകളിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്ന ആൾക്കാരെ നമ്മൾ ഓഫ്ലൈൻ ഇന്റർവ്യൂവിന് വിളിക്കും. സിജി കോഴിക്കോടാണ് സിജിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത്. അവിടെ ആയിരിക്കും നിങ്ങൾക്ക് ഇന്റർവ്യൂ കാര്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ നല്ലൊരു പ്രൊപ്പോസലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വരിക. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഒരു PG സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെസർട്ടേഷൻ ഒക്കെ ചെയ്യുന്നുണ്ടാവുമല്ലോ. അപ്പൊ ആ രൂപത്തിലുള്ള ഡെസർട്ടേഷൻ പ്രൊപ്പോസൽ കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ വരിക. ഓക്കെ, നിങ്ങൾക്ക് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ എന്നുള്ളതാണ് ബേസിക്കലി നമ്മൾ പരിശോധിക്കുക. WhatsApp group. Okay, so how to join the WhatsApp group? Could you please share the group link? അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് നമുക്ക് ഈ ഒരു കമന്റ് ബോക്സിലേക്ക് നമുക്ക് ഇടാൻ പറ്റുമെങ്കിൽ സൗകര്യമായിരുന്നു. നമ്മുടെ കോർഡിനേറ്റേഴ്സ് ഉമർ ഇവിടെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ആ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇപ്പം ഈ ഓൾറെഡി വാട്സപ്പ് ഗ്രൂപ്പ് ത്രൂ അല്ലാതെ ഈ ലൈവിൽ കയറിയ ആൾക്കാരുണ്ടെങ്കിൽ അത് സൗകര്യമായിരിക്കും. Okay, so if there is any okay, CG ഇവിടെ ഒരു ഗ്രൂപ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്.
സോ ആ ഒരു ഗ്രൂപ്പിലേക്ക് നിങ്ങൾ കാര്യങ്ങൾ ഒന്ന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആ ലിങ്ക് നിങ്ങൾ ഒന്ന് സേവ് ചെയ്ത് വെക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി അയച്ചു കൊടുക്കുക. അപ്പോൾ നല്ലൊരു റിസർച്ച് കമ്മ്യൂണിറ്റീസിനെ നമുക്ക് ഉണ്ടാക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. ഉമർ സർ ഇവിടെ ഉണ്ടോ? യെസ് സാർ അവിടെ ഉണ്ട്. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ എങ്ങനെയാണെങ്കിൽ? ഓക്കെ, One, അങ്ങനെ two. കൂടുതൽ ക്വയറീസ് ഉണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിക്കാം. നമുക്ക് ടൈം എടുത്താണ് റിപ്ലൈ കൊടുക്കാം എല്ലാവർക്കും. യെസ് യെസ്, അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉമർ സർ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്തോളൂ. ഓക്കെ സാർ, താങ്ക് യു. ജിയുടെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് സെന്റർ ഫോർ എക്സലൻസ് ഇൻ എഡ്യൂക്കേഷൻ. അതിൽ തന്നെ 3 പ്രോഗ്രാംസ് ഉണ്ട്. അതിലൊരു പ്രോഗ്രാമാണ് നോളജ് മിഷൻ. അതിന്റെ ഒരു ട്രയൽ ആയിട്ടുള്ള ഫസ്റ്റ് പ്രോഗ്രാമാണ് ഇന്ന് ഇവിടെ നടന്നിട്ടുള്ള റിസർച്ച് ഓറിയന്റേഷൻ പ്രോഗ്രാം. ഈ ഒരു പ്രോഗ്രാമിൽ തുടക്കത്തിൽ സംസാരിച്ച ഞങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റർക്കും പിന്നീടുള്ള ഫാക്കൽറ്റീസ് ആയിട്ടുള്ള ഡോക്ടർ റിഷാദ് സാറിനും ഡോക്ടർ ഷബാബ് സാറിനും പിന്നെ ജംഷിന മാഡത്തിനും, അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാമിൽ തുടക്കം മുതൽ അവസാനം വരെ ക്ഷമയോടുകൂടി നിന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞു അവസാനിക്കും. താങ്ക് യു.